നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വെള്ളിക്കുളം സുവിശേഷ യോഗങ്ങളുടെ പ്രാരംഭ രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കാം. പ്രകൃതിയുടെ ചില പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും ദൈവവചന കേൾവിക്ക് വേണ്ടി ആത്മദാഹത്തോടെ കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ കർത്താവ് സമൃദ്ധിയായ നന്മകളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയ മക്കളെ, ഞാനും നിങ്ങളും എന്ന് ജീവിക്കുന്നത് ഒരന്ത്യ കാലഘട്ടത്തിൽ അകന്നുവെന്ന് ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ദിവസത്തെ വർത്തമാന പത്രം തുറന്നു നോക്കിയ ഏതൊരു മനുഷ്യന്റെയും മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന നിലവാരത്തിൽ ഭയങ്കരമായ ഭീകര പ്രവർത്തനങ്ങളാൽ എത്രയോ ജീവിതങ്ങൾ ഭൂമുഖത്തുനിന്ന് മാറ്റപ്പെടുവാൻ ഇടയായിത്തീരുകയുണ്ടായി. ഫ്രാൻസ് എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു രാഷ്ട്രമായിട്ടാണ് ലോകം അംഗീകരിക്കുന്നത്. 2012 ലോകം അവസാനിക്കുന്നുവെന്നൊരു ശ്രുതി ലോകത്ത് വ്യാപരിച്ചപ്പോൾ അന്ന് ലോകത്തിലെ സമ്പന്നന്മാരിൽ അനേകരും ജീവരക്ഷയ്ക്ക് വേണ്ടി അഭയം പ്രാപിക്കുവാൻ ശ്രമിച്ചത് ഫ്രാൻസിലെ ബുഖാരസ്റ്റ് എന്ന് പറയുന്ന പർവ്വത നിരകളിലായിരുന്നു. ബുഖാരസ്റ്റിൽ അവർ വസ്തു വാങ്ങിച്ച് വീട് വയ്ക്കുവാനും ലോകത്തിൽ ഒരു ലോകാവസാനം സംഭവിച്ചാൽ പോലും ഫ്രാൻസിനും ബുഖാരസ്റ്റിനും ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള വിശ്വാസത്തോടെ അവർ ബുഖാരസ്റ്റിൽ ചേക്കേറുവാൻ അവർ ഒരുങ്ങി എന്ന് പറയുമ്പോൾ ഫ്രാൻസിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ചുള്ള ലോക മനസാക്ഷിയുടെ ഉറപ്പ് എത്രമാത്രം നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കണം. ഇന്ന് ആ ഫ്രാൻസ് പോലും സുരക്ഷിതമല്ല എന്ന നിലവാരത്തിൽ ഭീകരവാദം ഒരു ഭാഗത്ത് ശക്തിപ്പെട്ട് ലോകം ഭയപ്പെട്ട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ മറുവശത്ത് ആകാശത്തിന്റെ ശക്തികൾക്ക് ആകമാനം ഇളക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റുപാടും കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ മലയാള മനോരമ പത്രത്തിന്റെ 2 ദിവസങ്ങളായി തുടർച്ചയായി വന്ന ചില വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒരു ദിവസം മലയാള മനോരമ പത്രത്തിന്റെ എഡിറ്റോറിയൽ മുഴുവനും ആ ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ചായിരുന്നതും നിങ്ങൾ ശ്രദ്ധിക്കും. ഓർക്കുന്നു എന്ന് ഞാൻ ശ്രദ്ധിക്കട്ടെ. ലോകം, ശാസ്ത്രലോകം ഒരു ഭയങ്കരമായ വിനാശത്തെ അഭിമുഖീകരിക്കുവാൻ പോവുകയാണ്. സൂര്യനിൽ നിന്നും അപകടകരമായ സൗരവാദം ഭൂമിയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശബ്ദത്തെക്കാൾ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൗരവാദം ഭൂമിയിൽ വന്ന് പതിക്കുവാനുള്ള സാധ്യത 16% തിരിച്ചറിഞ്ഞിട്ട് അമേരിക്ക ഇപ്പോൾ തന്നെ മുൻകരുതലുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ആസന്ന ഭാവിയിൽ ഈ സൗരവാദം ഭൂമിയിൽ വന്ന് പതിച്ചാൽ ഭൂമിയിൽ അത് വലിയ നാശനഷ്ടങ്ങൾക്കും ഭയങ്കരമായ പ്രകൃതിക്ഷോഭങ്ങൾക്കും ഹേതുവായി തീരുമെന്ന് ശാസ്ത്രലോകം അമ്പരപ്പോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ നോക്കിക്കണ്ടുകൊണ്ട് പറയുവാൻ സാധിക്കും, ആകാശത്തിന്റെ ശക്തികൾക്കാകമാനം ഇളക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആകെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കലും ഈ ലോകത്തിലെ തുടർന്നുള്ള നമ്മുടെ ജീവിതം സുരക്ഷിതമല്ല, ഭദ്രമല്ല എന്ന് മനസ്സിലാക്കത്തക്കവണ്ണം ലോകത്തിന്റെ ഓരോ സംഭവ വികാസങ്ങളും നമ്മെ ഭീതിയുടെ ആ കരുതൽ നമ്മുടെ ഹൃദയത്തിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന്റെ അന്തരാത്മാവിൽ ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ മണവാളൻ വരാറായി. നമ്മുടെ കർത്താവിന്റെ വരവിനോട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാകുന്നു ജീവിക്കുന്നത് എന്നൊരിക്കൽ കൂടെ ഉറപ്പിക്കുവാൻ ഈ സംഭവങ്ങൾ ഓരോന്നും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ക്ഷണിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഭേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുപോകാം. 90-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യം ശബ്ദമുയർത്തി നമുക്ക് വായിക്കാം. 90-ാം സങ്കീർത്തനം 12-ാം വാക്യവും വായിച്ചാൽ, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഈ സങ്കീർത്തനം രചിച്ചത് ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പുകാരനും പ്രവാചകനുമായ ഭക്തനായ മോശയിൽ നിന്നാകുന്നുവെന്ന് ക്രിസ്തീയ ഗോളത്തിൽ വളരെ സുപരിചിതമായ ഒരു യാഥാർത്ഥ്യമാണല്ലോ.
ഈ സങ്കീർത്തനത്തിന്റെ പഴക്കം നമ്മൾ പഠിച്ചാൽ ഇന്നേക്ക് 4000 വർഷത്തിലപ്പുറം ഈ സങ്കീർത്തനത്തിന് പഴക്കമുണ്ടെന്ന് കാണുവാൻ സാധിക്കുന്നു. 4000 വർഷങ്ങൾക്കപ്പുറം ഈ സങ്കീർത്തന കാവ്യത്തിന് പഴക്കമുണ്ടെങ്കിലും ഇന്നും കോടിക്കണക്കിന് മാനവഹൃദയങ്ങളിൽ ആശയും പ്രത്യാശയും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്തുകൊണ്ട് അനേക മാനവഹൃദയങ്ങൾ പാടി ആശ്വസിക്കുന്ന ഒരു സങ്കീർത്തന കാവ്യമായി 90-ാം സങ്കീർത്തനം നിലനിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കണം. ഈ സങ്കീർത്തനം ഭക്തനായ മോശ എഴുതുവാനുള്ളതായ ആ സാഹചര്യത്തെ കുറിച്ച് ഒരൽപ്പം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, മിസ്രയീമിൽ നിന്നും വാഗ്ദത്തദേശത്തേക്ക് പുറപ്പെട്ടതായ ഇസ്രായേൽ മക്കളിൽ അനേക ലക്ഷം പേർ മരുഭൂമിയിൽ വീണ് മരിക്കുന്നത് മോശ കാണുവാൻ ഇടയായി തീർന്നു. ഇവരുടെ മരണത്തിനൊക്കെ സാക്ഷ്യം വഹിച്ച മോശ ഒടുവിൽ തന്റെ സഹോദരനായ അഹരോൻ മരിക്കുന്നതിന് സാക്ഷ്യം വഹിച്ചിട്ട് അവൻ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അവൻ എഴുതിയൊരു കാവ്യമാണ് 90-ാം സങ്കീർത്തനം എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ച നിർവാക്യത്തിലേക്ക് വരുമ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഈ വാക്യത്തെ കുറിച്ച് പ്രസംഗകരുടെ പ്രഭുവെന്നും കർത്താവിൽ പ്രശസ്തനുമായ ചാൾസ് സ്പർജൻ ഈ വാക്യത്തെ വിശകലനം ചെയ്തപ്പോൾ താൻ ഇപ്രകാരമാണ് അതിനൊരു വ്യാഖ്യാനം കൊടുത്തത്. താൻ പറഞ്ഞിരിക്കുന്നു, ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം ഹ്രസ്വമാണ്. ആകയാൽ ഹ്രസ്വമായ ഈ ജീവിത കാലയളവ് മനുഷ്യൻ ജ്ഞാനത്തോടെ ജീവിക്കണം, നയിക്കണം. അത് മാത്രമല്ല, ഒരു 1/4 മണിക്കൂർ നേരം പോലും നമ്മുടെ ജീവിതത്തിൽ വ്യർത്ഥമായി ചെലവഴിച്ചതിനെ പരിഹരിക്കുവാൻ അധികം സമയം നമ്മുടെ ജീവിതത്തിൽ ബാക്കിയില്ല. അത് മാത്രമല്ല, ഒരു നിസ്സാര കാര്യം പോലും പിന്നത്തേക്ക് മാറ്റിവെക്കുവാൻ ജീവന്റെ ദൈർഘ്യത്തെ കുറിച്ച് നമുക്കൊരിക്കലും നിശ്ചയവുമില്ല. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ തലയിലെ ജ്ഞാനമല്ല, അവന്റെ ഹൃദയത്തിലെ ജ്ഞാനമാണ് അവന് ശരിയായ പാതയിലൂടെ നയിക്കുന്നത്. ആകയാൽ ഒരു ഭക്തൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കണമെന്ന് തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുകയാകുന്നു ചെയ്യുന്നത്. ജ്ഞാനമുള്ള ഒരു ഹൃദയം എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം മനുഷ്യന്റെ ജ്ഞാനത്തെ 2ആയി തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മനുഷ്യന്റെ ജ്ഞാനത്തെ തിരുവെടുത്ത് 2ആയി തിരിക്കുന്നു. അതിന്റെ 1ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ലോകത്തിന്റെ ജ്ഞാനമാണ്. 2ാമത്തേത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. തിരുവെടുത്ത് മനുഷ്യന്റെ ജ്ഞാനത്തെ ലോകത്തിലെ ജ്ഞാനമെന്നും ഉയരത്തിലെ ജ്ഞാനമെന്നും 2ആയി തിരിക്കുന്നത് തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. ലോകത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് ഭൗമികമാകുന്നു, അത് പ്രാകൃതമാകുന്നു, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി പൈശാചികമാകുന്നുവെന്ന് അവിടെ എഴുതിയിരിക്കുകയാകുന്നു. എന്ന് വെച്ചാൽ ലോകത്തിന്റെ ജ്ഞാനം ഈ പ്രകൃതിയോടും ഈ ഭൂമിയോടും ഈ പ്രപഞ്ചത്തോടും മാത്രം ബന്ധപ്പെട്ടതാകുന്നു. ഈ പ്രപഞ്ചത്തോടും ഈ ഭൗമമണ്ഡലത്തോടും മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി പൈശാചികമാകുന്നുവെന്ന് തിരുവെടുത്ത് പറയുമ്പോൾ ഈ ഭൗമികവും പ്രാകൃതവുമായ ലോകത്തിന്റെ ജ്ഞാനം മനുഷ്യന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഒരു ഭാഗത്ത് ഈർഷ്യയും, മറുഭാഗത്ത് ശാഠ്യവും, മറുഭാഗത്ത് കലക്കവും, മറുഭാഗത്ത് ദുഷ്പ്രവൃത്തിയും ആകുന്നുവെന്ന് തിരുവെടുത്ത് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം പോഷത്വമാക്കി തീർത്തിരിക്കുന്നു. എന്നാൽ മറ്റൊരു ജ്ഞാനത്തെ കുറിച്ച് യാക്കോബ് തന്നെ പറയുന്നു. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ ജ്ഞാനത്തിന്റെ സവിശേഷത അത് 1ാമത് നിർമ്മലമാകുന്നു, 2ാമത് ആ ജ്ഞാനം ശാന്തതയുള്ളതാകുന്നു, 3ാമത് ആ ജ്ഞാനം സമാധാനമുള്ളതാകുന്നു, 4ാമത് ആ ജ്ഞാനം കരുണ നിറഞ്ഞതാകുന്നു, 5ാമത് ആ ജ്ഞാനം സൽഫലങ്ങൾ നിറഞ്ഞതാകുന്നു. അത് മാത്രമല്ല, ആ ജ്ഞാനത്തിന്റെ ലക്ഷണം സൗമ്യതയാകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ആകയാൽ ലോകത്തിൽ 2 വിധത്തിലുള്ള ജ്ഞാനം മനുഷ്യനിൽ പ്രവർത്തിക്കുന്നു. ഒന്ന് ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായ ഈ ലോകത്തിന്റെ ജ്ഞാനവും, മറ്റൊന്ന്
ഉയരത്തുനിന്നുള്ള നിർമ്മലവും വിശുദ്ധവുമായ സ്വർഗീയ ജ്ഞാനവും ലോകത്തിൽ ഇന്ന് മനുഷ്യ ജീവിതത്തിൽ വ്യാപരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാകുന്നു കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്: എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, അത് ഈ ലോകത്തിന്റെ ജ്ഞാനം അല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു, നശിച്ചു പോകുന്ന ഈ പ്രഭുക്കന്മാരുടെ ജ്ഞാനവും അല്ല, മറിച്ച് ആ ജ്ഞാനം ഏതെന്ന് ചോദിച്ചാൽ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ജ്ഞാനമാകുന്നു ഞങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. ആകെ ആ നിലവാരത്തിൽ ഒരു ജ്ഞാനത്തെ കാണുവാൻ സാധിക്കുന്നു. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ഒരു ജ്ഞാനമുണ്ടെന്ന് തിരുവെടുത്ത് പറയുന്നു. ആ ജ്ഞാനം ഏതെന്ന് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, ആ ജ്ഞാനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. യേശുക്രിസ്തുവാകുന്നു ആ ദൈവിക ജ്ഞാനം. ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും ലോകത്തിന് മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കണം. വിശുദ്ധ പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 23-24 വാക്യങ്ങൾ വായിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന് ഇടർച്ചയും യവനന് ഭോഷത്വമെങ്കിലും യഹൂദനാവട്ടെ യവനനാകട്ടെ വിശ്വസിക്കുന്ന യവനും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറയപ്പെടേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ നിന്നുള്ള ദൈവജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ആ ദൈവിക ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സങ്കീർത്തനക്കാരനായി മോശ ഇപ്രകാരം പാടുന്ന, കർത്താവേ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നാളുകളെ എണ്ണുവാൻ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നു. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കുന്ന കുറുവാക്യത്തിലേക്ക് വരുമ്പോൾ നാളുകളെ എണ്ണുക എന്നൊരു വാക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. എന്താണ് എണ്ണുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലോകപ്രകാരം നോക്കുമ്പോൾ എണ്ണുക എന്ന് പറയുന്ന ഒരർത്ഥത്തിലല്ല ആത്മീകമായി നമ്മൾ ഈ വിഷയത്തെ വിലയിരുത്തേണ്ടിയിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ ആത്മീകമായി എണ്ണുക എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെ അതിന്റെ ഏറ്റവും മഹത്തായ ഉറപ്പോടെ ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് എണ്ണുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതൊരു കാര്യത്തിന്റെയും ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും ഉദാത്തവും ഏറ്റവും ഉത്തമവും ഏറ്റവും ശ്രേഷ്ഠവുമായ അവസ്ഥയിൽ ചിന്തിക്കുന്നതിനാകുന്നു എണ്ണുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം നമ്മെ കുറിച്ച് എന്ത് പറയുന്നുവോ ആ പറയുന്നത് ശരിയെന്നെണ്ണിക്കൊണ്ട് ജീവിക്കുന്നതാകുന്നു ഇവിടെ എണ്ണുക എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നത്. ആകയാൽ സങ്കീർത്തനക്കാരനെ മോശ പറയുന്നത്, കർത്താവേ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. മോശ ഇത് പറയുവാനുള്ള സാഹചര്യത്തെ ഒരിക്കൽ കൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയം തകർക്കുന്ന ഒരു രംഗം അവിടെ കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ ജനം കാദേസ് ബർന്നയിൽ നിന്ന് പുറപ്പെട്ട് ഹോർ പർവ്വതത്തിന്റെ അതിരിങ്കിലെത്തിയപ്പോൾ ദൈവം മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, മോശേ നീ അഹരോനെയും എലയാസറിനെയും വിളിച്ചുകൊണ്ട് ഹോർ പർവ്വതത്തിന്റെ മുകളിലേക്ക് വരണം. അവിടെ വെച്ച് നീ അഹരോന്റെ വസ്ത്രമൂരി എലയാസറിനെ ധരിപ്പിക്കണം. അഹരോൻ അവിടെ വെച്ച് മരിച്ച് തന്റെ പിതാക്കന്മാരോട് ചേരും. ഈ വർത്തമാനം ദൈവം മോശയെ ഗ്രഹിപ്പിച്ച അനന്തരം മോശ അഹരോനും എലയാസറുമായി ഇസ്രായേൽ പാളയത്തിൽ നിന്ന് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോവുകയാകുന്നു ചെയ്യുന്നത്. അഹരോൻ അറിയാം ഇത് അവന്റെ അവസാനത്തെ യാത്രയാകുന്നുവെന്നുള്ളത്. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരിക്കുവാൻ പോകുന്നു, പിതാക്കന്മാരോട് ചേരുവാൻ പോകുന്നുവെന്നുള്ളത് അഹരോൻ അറിയാം. ഇസ്രായേൽ പാളയത്തിൽ ഹോർ പർവ്വതത്തിന്റെ അടിവാരത്തിൽ കൂടി നിൽക്കുന്ന ലക്ഷോപലക്ഷം ഇസ്രായേൽ ജനങ്ങൾക്കറിയാം അഹരോന്റെ യാത്ര അവസാനത്തെ യാത്രയാകുന്നുവെന്ന്. ലക്ഷോപലക്ഷം ഇസ്രായേൽ ജനങ്ങൾ നിറകണ്ണുകളോടെ അവരെ നടത്തിയ മഹാപുരോഹിതനെ ഹോർ പർവ്വതത്തിന്റെ മുകളിലേക്ക് യാത്രയിക്കുന്ന രംഗം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കണ്ടു നോക്കിയാട്ടെ. അവസാനത്തെ യാത്ര പറഞ്ഞ് ഹോർ പർവ്വതത്തിന്റെ മുകളിൽ കയറി അഹരോന്റെ പുരോഹിത വസ്ത്രം ഊരി എലയാസറിനെ മോശ ധരിപ്പിച്ച അനന്തരം അഹരോൻ അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. അഹരോന്റെ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ
കഴിഞ്ഞിട്ട് തിരിച്ച് പർവ്വതത്തിൽ നിന്ന് മോശ ഏകനായി ഇറങ്ങി വരുമ്പോൾ അവന്റെ അന്തരാത്മാവിൽ ഒരു ദുഃഖമുണ്ടായി. അവൻ ദൈവത്തോട് പറയാണ്, കർത്താവേ, എന്റെ നാളുകളെ എണ്ണുവാൻ എന്നെ ഉപദേശിക്കണമേ, എന്റെ നാളുകളെ എണ്ണുവാൻ എന്നെ ഉപദേശിക്കണമേ. അവിടെ വെച്ച് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാകുന്നു ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിന്റെ അനുഭവത്തിൽ ഒരുപക്ഷെ ഈ നിലവാരത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം. ഭക്തനായ ദാവീദും അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെ നടുവിൽ ഒരിക്കൽ ഈ നിലവാരത്തിൽ ശ്രദ്ധിച്ചു. അവൻ ദൈവത്തോട് ഒരിക്കൽ ചോദിച്ചു. 39-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് ഒരിക്കൽ ദൈവത്തോട് ഇപ്രകാരം ചോദിക്കുകയാണ് ചെയ്യുന്നത്, ദൈവമേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്ന് നീ ഒന്ന് അറിയിക്കണമേ എന്നവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായിച്ചു നോക്കാം. 39-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം വായിച്ചാണ്. യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ്സും എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാം. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നീ എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും ഒന്ന് അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ ഒന്ന് അറിയട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിത നാളുകളെ എണ്ണുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മൾ എത്ര ക്ഷണികരെന്ന് അറിയുവാൻ ഇടയായി തീരട്ടെ. ഭക്തനായ മോശ ആ മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് പറഞ്ഞു, അത് രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകണം. ഭക്തനായ യോബ് മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് പറഞ്ഞു, അത് നെയ്ത്തോടത്തെക്കാൾ വേഗത്തിൽ കഴിഞ്ഞു പോകുകയാകുന്നു ചെയ്യുന്നത്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരൊറ്റ ശ്വാസം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ എത്രയോ പ്രാവശ്യം മനുഷ്യൻ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. അകത്തേക്ക് എടുക്കുന്ന ശ്വാസം ഒരു നിമിഷം അത് തിരിച്ചുവിടുവാൻ കഴിയുന്നില്ലെങ്കിൽ മനുഷ്യന്റെ ആയുസ് അവിടെ കൊണ്ട് അവസാനിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമത്രേ. മനുഷ്യൻ കേവലം ഈ ഭൂമിയിൽ നിഴൽ പോലെ നടക്കുന്നുവെന്ന് യോബ് പറയുമ്പോൾ ഭക്തനായ മോശ 90-ാം സങ്കീർത്തനത്തിൽ ഒരു ഭക്തന്റെ പ്രത്യാശയോടെ എഴുതി ചേർത്തു. അതിന്റെ 10-ാം വാക്യത്തിൽ മോശ പറയുകയാണ്, അത് വേഗം തിരികെയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. അതാണ് ഒരു ഭക്തന്റെ പ്രത്യേകത. മനുഷ്യന്റെ ആയുസ് ഹ്രസ്വമാണ്, നെയ്ത്തോടത്തെക്കാൾ വേഗത്തിൽ കടന്നു പോകുന്നതാണ്. അത് ഇരയ രാജ്യത്തെ കടുകനെ പോലെയാണ്, ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. മനുഷ്യൻ നിഴൽ പോലെ ജീവിക്കുന്നവനാണൊക്കെ സത്യം. പക്ഷേ ഒരു യാഥാർത്ഥ്യം നമുക്കുണ്ട്, ഒരു പ്രത്യാശ നമുക്കുണ്ട്, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ഭക്തൻ, ഒരു ദൈവപൈതൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവന്റെ ജീവിത കാലഘട്ടത്തെ അവൻ ജ്ഞാനത്തോടെ നയിക്കുന്നവനായിരിക്കണം. എപ്രകാരമാണ് ജ്ഞാനമുള്ള ഒരു ഹൃദയം ഒരു ഭക്തന് പ്രാപിക്കുവാൻ സാധിക്കുന്നത്? വിശുദ്ധ അഗസ്റ്റിൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് വളരെ പ്രസിദ്ധമാണ്. ജ്ഞാനമുള്ള ഒരു ഹൃദയം മനുഷ്യൻ എങ്ങനെ പ്രാപിക്കുവാൻ സാധിക്കും? വിശുദ്ധ അഗസ്റ്റിൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും അവസാനത്തെ ദിവസമാണെന്ന് എണ്ണാത്ത പക്ഷം നമുക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ സാധിക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ദിവസവും അവസാനത്തെ ദിവസമാണെന്ന് എണ്ണിക്കൊണ്ട് വേണം നമ്മുടെ ജീവിതയാത്ര തുടരുവാൻ. ഒരിക്കൽ ഒരു ഭക്തനായ ഗുരുവിനോട് ഒരു ശിഷ്യൻ വന്നൊരു ചോദ്യം ചോദിച്ചു, ഗുരു, പ്രാർത്ഥിക്കുവാൻ ഏറ്റവും നല്ല ദിവസം ഏതാണ്? ഇതാ ചോദിച്ചത്. ഗുരു, പ്രാർത്ഥിക്കുവാൻ ഏറ്റവും നല്ല ദിവസം ഏതാണ്? തന്റെ മറുപടി, മരണത്തിന്റെ തൊട്ട് തലേ ദിവസം. ആ ദിവസം പ്രാർത്ഥിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, ആ ദിവസം ഏതായിരിക്കും? അതാണ് അറിയാൻ സാധിക്കാത്തത്. അതൊരിക്കലും അറിയുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഓരോ ഭക്തനും ചിന്തിച്ചു കൊള്ളണം, ഇതെന്റെ അവസാനത്തെ ദിവസമാണ്. അതെണ്ണിക്കൊണ്ട് ജീവിക്കാത്ത കാലത്തോളം ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ സാധിക്കത്തില്ല. തോമസ് ടീം എന്ന് പറയുന്ന വിഖ്യാതനായ സുവിശേഷകനുണ്ട്. താൻ ഈ വിഷയത്തെ കുറിച്ച് ഇപ്രകാരം ഒരു അഭിപ്രായം പറഞ്ഞു, ലോകത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള സകല ഗണിത നിയമങ്ങളിലും ഏറ്റവും പ്രയാസമുള്ള നിയമം അവന്റെ ജീവിത നാളുകളെ എണ്ണുക എന്നുള്ളതാകുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവകാലത്ത് അവന്റെ ആട്ടിൻകൂട്ടത്തെ എണ്ണാം, അവന്റെ കാളകളെ എണ്ണാം, അവന്റെ എസ്റ്റേറ്റിനെയും വരുമാനത്തെ എണ്ണാം, അവന്റെ പണത്തെ എണ്ണാം, അവന്റെ സമ്പത്തിന്റെ എണ്ണാം. പക്ഷേ അവന്റെ നാടുകളെ എണ്ണുവാൻ ഒരിക്കലും അവനെ കൊണ്ട് സാധിക്കത്തില്ല. ആർക്കാണ് ഈ നിലവാരത്തിൽ നാളുകളെ എണ്ണുവാൻ കഴിയാതെ പോകുമെന്നറിയാമോ? മനുഷ്യന്റെ ആയുസ് സ്ഥിരമാണ്, അത് അസംഖ്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്
അവന്റെ ജീവിത നാളുകളെ ഒരിക്കൽ പോലും എണ്ണുവാൻ സാധിക്കത്തില്ല. എന്ന് വെച്ചാൽ ലോകത്തിൽ മനുഷ്യന്റെ ജീവിതം എന്നേക്കും സ്ഥിരമാണെന്നും ജീവിത നാളുകൾ എന്നും അത് അസംഖ്യമാണെന്നും ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ നാളുകളെ എണ്ണുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഒരിക്കലും ഒരു ഭക്തൻ പറഞ്ഞു, നിങ്ങളുടെ പള്ളിയിലെ സെമിത്തേരിയിലേക്ക് നിങ്ങളൊന്ന് പോയാട്ടെ. നിങ്ങളുടെ പള്ളിയിലെ സെമിത്തേരിയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രായത്തിലുള്ളവരോടും എല്ലാ നിലവാരത്തിലുള്ളവരോടും ആ സെമിത്തേരിക്ക് സംസാരിക്കുവാൻ ഉണ്ടായിരിക്കും. ആകിയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭക്തനായി മോശ പാടിയതുപോലെ നമുക്കും പാടാം. കർത്താവേ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദൈവപൈതൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ നാളുകളെ എണ്ണിക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവത്തിന്റെ ഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നാളുകളെ കഴിക്കുമ്പോഴാകണോ അവരുടെ നാളുകളെ എണ്ണുക എന്ന നിലവാരത്തിലേക്ക് അവൻ കടന്നു വരുന്നത്. തിരുവനന്തപുരത്തിൽ ജീവിതത്തെ വിവിധ നിലവാരത്തിൽ ജീവിത നാളുകളെ എണ്ണിയ അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ചില ഭക്തന്മാർ അവരുടെ ജീവിത നാളുകളെ എങ്ങനെ എണ്ണുവാൻ നമ്മൾ ഉപദേശിച്ചു എന്ന വിഷയത്തിലേക്ക് അല്പമായി നമുക്ക് ഇന്ന് രാത്രി കടന്നു പോകാം. റോമാലേഖനം 6-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു ഭക്തൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവന്റെ ഓരോ ദിവസവും അവൻ എണ്ണിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ് യാഥാർത്ഥ്യം എന്നറിയാമോ? നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നോ ജീവിക്കുന്നത് ദൈവത്തിനെന്നും എണ്ണിക്കൊണ്ട് വേണം നിങ്ങൾ ജീവിക്കുവാൻ. വായിക്കാം, റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. അപ്പോഴും നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും ഒരു ഭക്തൻ രണ്ട് കാര്യം എണ്ണിക്കൊണ്ട് വേണം ഓരോ ദിവസവും ജീവിക്കുവാൻ. ഒന്നാമത് അവന്റെ ജീവിതത്തിൽ എണ്ണേണ്ടത് ഞാൻ പാപസംബന്ധമായി മരിച്ചവനെന്ന് എണ്ണിക്കൊണ്ട് വേണം ജീവിക്കുവാൻ. രണ്ടാമത് ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് എണ്ണിക്കൊണ്ട് വേണം ജീവിക്കുവാൻ. ആകിയാൽ ഒരു ഭക്തൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവന്റെ ജീവിത നാളുകളിൽ ഈ രണ്ട് വിഷയങ്ങൾ എണ്ണിക്കൊണ്ട് ജീവിക്കണം. ഒന്ന്, ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണെന്ന് എണ്ണിക്കൊണ്ട് ജീവിക്കണം. രണ്ടാമത്, ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെന്ന് എണ്ണിക്കൊണ്ട് ജീവിച്ചാൽ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ നിന്നെ കൊണ്ട് സാധിക്കും. ഒന്നാമത്, നിന്റെ ജീവിതത്തിന്റെ ഓരോ നാളും എണ്ണേണ്ടത് ഞാൻ പാപസംബന്ധമായി മരിച്ചവനെന്ന് എണ്ണിക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത്, പാപസംബന്ധമായി മരിച്ചവൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിച്ചവനാണ് എന്ന് എണ്ണിക്കൊണ്ട് വേണം ഒരു ഭക്തൻ ഈ ലോകത്തിൽ ജീവിക്കുവാൻ. എന്ന് വെച്ചാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, പാപത്തിന്റെ ശക്തിയിൽ നിന്നും ഞാൻ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു എന്ന് എണ്ണിക്കൊണ്ട് വേണം ഓരോ ഭക്തനും ഓരോ ദിവസവും ഈ ലോകത്തിൽ ജീവിക്കുവാൻ. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് തന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതി, നാം പാപം സംബന്ധിച്ച് മരിച്ച് ദൈവത്തിന്റെ നീതിക്ക് ജീവിക്കുവാൻ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊള്ളണം. പാപസംബന്ധമായി മരിച്ചവനെ നെണ്ടിക്കൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം യേശുവിന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരിയിൽ കയറി. ആകിയാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിന്റെ മർത്യശരീരത്തിൽ പാപം നിന്നിൽ കർത്തൃത്വം നടത്തുവാൻ അനുവദിക്കരുത്. പാപം നിന്റെ മേൽ വാഴുവാൻ നീ അനുവദിക്കരുത്. കാരണം ഓരോ ജീവിത നാളുകളിലും നീ എണ്ണുക, ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണ്, പാപത്തിന്റെ ശക്തിക്കും പാപത്തിന്റെ ശിക്ഷയ്ക്കും മരിച്ചവനായിട്ടാണ് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്ന് എണ്ണിക്കൊണ്ട് ജീവിക്കുവാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ പാപത്തിന് നിന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ സാധിക്കത്തില്ല. പാപത്തിന് നിന്റെ മേൽ ആധിപത്യവും വാഴ്ചയും പുലർത്തുവാൻ സാധിക്കത്തില്ല. അത് മാത്രമല്ല, ആ നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം എഫേസ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഓർപ്പിച്ചുണർത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇത് നടക്കരുത്. അങ്ങനെ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിന്റെ ഓരോ നാളും എണ്ണുന്നത് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടവനാണ്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടവനാണ്, പാപ
പാപസംബന്ധമായി മരിച്ചവനാണ്. അങ്ങനെ എണ്ണിക്കൊണ്ട് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവവൈതലേ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ ഇനിമേലാൽ നിങ്ങൾ നടക്കരുത്. അപ്പോസ്തലൻ വിശുദ്ധ പത്രോസ് അതിനെക്കുറിച്ച് കുറെ കൂടെ വ്യക്തമായി പറയുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വിശുദ്ധ പത്രോസ് നമ്മെ ഓർപ്പിക്കുന്നത്, കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൊത്തുകളിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ച് കാലം പോക്കിയത് മതി എന്ന് വയ്ക്കുവീൻ. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ജീവിച്ചു. പക്ഷേ ഇപ്പോൾ നമ്മൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നാളുകളെയും നമ്മൾ എണ്ണുന്നു. എന്താണ് എണ്ണുന്നത്? ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണ്. പാപത്തിന്റെ ശക്തിക്ക് എന്റെ മേൽ അധികാരമില്ല. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് പാപം എന്റെ മേൽ വാഴത്തില്ല. ആകയാൽ മതി എന്ന് വെച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതയാത്രയെ മുന്നോട്ട് നയിക്കുവാൻ. അത് മാത്രമല്ല, രണ്ടാമത് നമ്മൾ വായിച്ചു, നാം ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെന്ന് എണ്ണിക്കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ. എന്ന് വെച്ചാൽ എന്റെ ആയുസ്സും എന്റെ ആരോഗ്യവും ദൈവമേ, ഈ ലോകത്തിൽ നീ എനിക്ക് തന്നതൊക്കെയും നിനക്ക് വേണ്ടി, എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. ഒരു ദിവസം, ഒരായുസ്, ഒരു നിമിഷം എന്റെ കർത്താവിന്റെ ജീവിതത്തിൽ ശേഷിപ്പിക്കുന്നെങ്കിൽ ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭക്താ, നിനക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കണമെങ്കിൽ നിന്റെ ജീവിത നാളുകളെ എണ്ണുക. ഞാൻ പാപത്തിന് മരിച്ചവനാണ്, ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇങ്ങനെ എണ്ണിക്കൊണ്ട് ജീവിക്കുവാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നിനക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഒരു ഭക്തന്റെ ഓരോ ദിവസവുമുള്ള ജീവിതത്തെ കുറിച്ചുള്ള വെളിപ്പാട് ഇതായിരിക്കണം. കർത്താവേ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. വിശുദ്ധ പത്രോസ് ഇതിനെക്കുറിച്ച് കുറെ കൂടി വ്യക്തമായി പറയുമ്പോൾ 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ജഡത്തിൽ ശേഷിക്കും കാലം മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന്. ആകയാൽ ഞാൻ പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ പാപസംബന്ധമായി മരിച്ചവരെന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരെന്ന് നിങ്ങളെ തന്നെ എണ്ണിക്കൊണ്ട് ഓരോ നാളുകളെയും നമുക്ക് കഴിക്കാം. ഈ ലോകത്തിൽ ഒരു ജീവിതം നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദിവസം നമുക്ക് ശേഷിക്കുന്നെങ്കിൽ, ഒരു മണിക്കൂർ എനിക്ക് ശേഷിക്കുന്നെങ്കിൽ, ഏത് പ്രതികൂലം ഉണ്ടാകട്ടെ, ഏത് പോരാട്ടങ്ങൾ ഉണ്ടാകട്ടെ, എത്ര എതിർപ്പുകൾ ഉണ്ടാവട്ടെ, ഞാൻ ജീവിക്കും. എന്റെ യേശുവിന് വേണ്ടി ജീവിക്കും. എന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും. എന്നെ വീണ്ടെടുത്ത എനിക്ക് എന്റെ ദൈവത്തിന് വേണ്ടി, എന്നെ രക്ഷിച്ച എന്റെ ദൈവത്തിന് വേണ്ടി, എന്നെ സൂക്ഷിക്കുന്ന എന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്ന് ഓരോ നിമിഷവും നിന്റെ ജീവിത നാളുകളെ എണ്ണിക്കൊണ്ട് കഴിക്കുന്നവനായിരിക്കണം. ഈ നിലവാരത്തിൽ നാളുകളെ എണ്ണുവാൻ നിനക്ക് സാധിക്കുന്നെങ്കിൽ ഭക്തനായ മോശവാണി, കർത്താവേ, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണമേ. നിന്റെ ജീവിത നാളുകൾ ജ്ഞാനത്തോടെ കഴിക്കുവാൻ സാധിക്കും. രണ്ടാമത്, ജീവിത നാളുകൾ ജ്ഞാനത്തോടെ കഴിക്കുവാൻ ഭക്തനായ മോശ അവന്റെ ഓരോ ദിവസവും എങ്ങനെ ചിലവിട്ടുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് കടന്നു പോകാം. എബ്രായലേഖനം 11-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മോശ അവൻ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിന്റെ ഓരോ നാളുകളെയും അവൻ എങ്ങനെ എണ്ണി എന്നവിടെ കാണുവാൻ സാധിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നു, മിസ്രയീമിലെ ബഹുനിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിക്കൊണ്ടായിരുന്നു അവന്റെ ജീവിതത്തെ അവൻ മുന്നോട്ട് നയിച്ചത്. എബ്രായലേഖനം 11-ാം അധ്യായം 26-ാം വാക്യം വായിച്ചാട്ടെ. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. നോക്കുക, അവൻ ഓരോ ദിവസവും അവന്റെ ജീവിത നാളുകളിൽ എണ്ണി നിശ്ചയിച്ചൊരു വിഷയമുണ്ടായിരുന്നു. മിസ്രയീമിന്റെ സമ്പത്തിനേക്കാൾ ക്രിസ്തുവിന്റെ നിന്നയാണ് ധനം എന്നെണ്ണിക്കൊണ്ടാണ് വിശുദ്ധ മോശ അവന്റെ ഓരോ നാടുകളും ഈ ഭൂമിയിൽ ചെലവഴിക്കുവാൻ ഇടയായി തീർന്നത്. മോശ എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യനല്ല. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ പുരാതന ഈജിപ്തിലെ സകല കലകളും വിദ്യകളും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു മോശ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മോശ ലോകത്തിൽ എല്ലാ സമ്പത്തും ലോകത്തിൽ സ്ഥാനമാനങ്ങളും വിദ്യാഭ്യാസത്തിന്റെ ഔന്നത്യവും ഒക്കെ ഉണ്ടെങ്കിലും
അവന്റെ ജീവിതത്തിൽ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിച്ചപ്പോൾ അവനൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. അവന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ നിന്നയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സമ്പത്ത് അവന്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ, ഓരോ ദിവസവും ക്രിസ്തുവിന്റെ നിന്ന് ധനമെണ്ണിക്കൊണ്ട് ജീവിക്കുവാൻ മോശ അവന്റെ ജീവിതത്തിൽ ഉപേക്ഷിച്ചത് നിസ്സാര കാര്യങ്ങളല്ല. ഇബ്രാഹിം 11 അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മോശ അവന്റെ ജീവിതത്തിൽ ഈ ലോകപ്രകാരം വിലയേറിയ 3 സബ്ജക്റ്റുകൾ ഉപേക്ഷിച്ചിട്ടാണ് ക്രിസ്തുവിന്റെ നിന്നയെ അവന്റെ ജീവിതത്തിൽ തെരഞ്ഞെടുത്തുകൊണ്ട് ജീവിച്ചത്. അവൻ 3 കാര്യങ്ങളെ ഉപേക്ഷിച്ചു. ഒന്നാമത് അവൻ ഉപേക്ഷിച്ചത് പാപത്തിന്റെ താൽക്കാലികമായ ഭോഗത്തെ അവൻ ഉപേക്ഷിച്ചു. രണ്ടാമത് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന സ്ഥാനം അവൻ ഉപേക്ഷിച്ചു. മൂന്നാമത് മിസ്രയീമിന്റെ ബഹുസമ്പത്ത് അവൻ ഉപേക്ഷിച്ചു. ഇതൊക്കെയും ഉപേക്ഷിച്ചിട്ട് അവൻ പറഞ്ഞു, എന്റെ ഓരോ ദിവസത്തെയും ജ്ഞാനത്തോടെ ഞാൻ എണ്ണുന്നു. ക്രിസ്തുവിന്റെ നിന്നയാണ് ഏറ്റവും വലിയ ധനമെന്ന് പറഞ്ഞിരിക്കുന്നത്. പാപത്തിന്റെ താൽക്കാലികമായ സുഖങ്ങളെ വേണ്ട എന്ന് വെച്ചു. ലോക സമ്രാട്ടായിരിക്കുന്ന ഈജിപ്തിന്റെ രാജകുടുംബത്തിലെ അംഗമെന്നുള്ള സ്ഥാനം വേണ്ട എന്ന് വെച്ചു. അന്നത്തെ ലോക സാമ്രാജ്യമായിരിക്കുന്ന ഈജിപ്തിന്റെ എണ്ണമില്ലാത്ത സമ്പത്ത് അവൻ വേണ്ട എന്ന് വെച്ചിട്ട് പറയുകയാണ്, എന്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിന്നയാണ് എനിക്ക് ഏറ്റവും വലിയ ധനം. അങ്ങനെ എണ്ണിക്കൊണ്ടാണ് മോശ ഈ ലോകത്തിൽ അവന്റെ ഓരോ നാളുകളും ചിലവഴിച്ചത്. ഈജിപ്തിലെ മിസ്രയീമിലെ കൊട്ടാരത്തിൽ ജീവിക്കുക എന്ന് വെച്ചാൽ അതൊരു നിസ്സാര കാര്യമല്ല. ആ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവന്റെ ജീവിത നാളുകളിൽ അവൻ ലോകപ്രകാരം പ്രാപിക്കുവാനും നേടുവാനും സമ്പാദിക്കുവാനും ആഗ്രഹിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ലഭ്യമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു ഈജിപ്തിലെ രാജകൊട്ടാരത്തിലെ ജീവിതം എന്ന് പറയുന്നത്. അത്ര സുഖകരമായ ജീവിതം ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നേടുവാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഈജിപ്തിലെ കൊട്ടാരത്തിൽ അവന് ലഭിക്കുമായിരുന്നു. എന്നാൽ മോശ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ഭൗതിക സുഖങ്ങൾ നേടുന്നതിനല്ല, മറിച്ച് അത് ഉപേക്ഷിക്കുന്നതാണ് യഥാർത്ഥമായ സ്വസ്ഥത എന്നുള്ള യാഥാർത്ഥ്യം മോശ തിരിച്ചറിഞ്ഞു. ഭൗതിക സുഖങ്ങൾ സമ്പാദിക്കുന്നതിലല്ല, മറിച്ച് അത് ഉപേക്ഷിക്കുന്നതാണ് യഥാർത്ഥമായ സ്വസ്ഥത എന്നുള്ള യാഥാർത്ഥ്യം മോശ തിരിച്ചറിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ തന്റെ ആഗ്രഹങ്ങളുടെ നിവൃത്തിയിലൂടെ ലഭിക്കുന്ന താൽക്കാലികമായ സുഖ സൗകര്യങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന് ചുമക്കുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള യാഥാർത്ഥ്യം അവന്റെ ഹൃദയത്തിൽ തിരിച്ചറിഞ്ഞിട്ട് അവൻ ആ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിച്ചു. മോശ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സകല ബുദ്ധിയും ജ്ഞാനവും വിദ്യാസമ്പന്നനുമായിരുന്നു. അതുകൊണ്ട് മോശയ്ക്ക് അറിയാമായിരുന്നു മശിഹ ഒരിക്കൽ ലോകത്തിൽ അവതരിക്കുമെന്നും മശിഹ ലോകത്തിൽ വന്ന് കഷ്ടം സഹിക്കേണ്ടി വരുമെന്നും വിശുദ്ധ പ്രവാചകന്മാർ തിരുവെഴുത്തുകൾ എഴുതി വെച്ചിരുന്നത് മോശയ്ക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് മോശ അവന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചു, ഈ മിസ്രയീമിലെ രാജകൊട്ടാരത്തിൽ സുഖമനുഭവിക്കുന്നതിനേക്കാളും നല്ലത് ഒരിക്കൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന മശിഹ അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടത്തിൽ ഒരു പങ്ക് ഈ ആയുസ്സിൽ അനുഭവിക്കുവാൻ എനിക്ക് കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന യാഥാർത്ഥ്യം മോശ തിരിച്ചറിഞ്ഞിട്ട് അവൻ അവന്റെ ജീവിതത്തിൽ ഇത് തീരുമാനമെടുത്തു. മിസ്രയീമിലെ ധനകൂമ്പാരത്തെക്കാളും ദൈവത്തിനും ദൈവത്തിന്റെ ജനത്തിനും മോശ വലിയ സ്ഥാനവും ബഹുമാനവും അവന്റെ ജീവിതത്തിൽ കൊടുത്തു. അതുകൊണ്ട് മിസ്രയീമിന്റെ പദവികൾ അവൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. രാജാവിന്റെ കോപത്തെ ഭയപ്പെടാതെ രാജകൊട്ടാരം വിട്ടവൻ ഇറങ്ങി പുറപ്പെട്ടു. മോശ ഇറങ്ങി പുറപ്പെടുവാൻ കാരണമെന്തെന്നറിയാമോ? തിമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 15-16 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു ദൈവത്തെ മോശ കണ്ടു. അത് സാധാരണ ദൈവമല്ല, ധന്യനായ ഏകാധിപതിയും രാജാവും കർത്താവും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവന്, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവന്, ആർക്കും കാണുവാൻ കഴിയാത്തവന്, ശക്തിയും ബഹുമാനമുള്ള ഒരു ദൈവത്തെ മോശ കണ്ടു. അതുകൊണ്ട് രാജാവിന്റെ കോപത്തെ ഭയപ്പെടാതെ അവൻ രാജകൊട്ടാരം വിട്ട് ഇറങ്ങി പുറപ്പെട്ടു. എന്താണ് മോശയുടെ ജീവിതത്തിന്റെ ആഗ്രഹം? മശിഹയ്ക്ക് വേണ്ടി കഷ്ടം സഹിക്കണം. ജീവിതത്തിൽ ഒരു നാൾ എനിക്ക് ശേഷിക്കുന്നെങ്കിൽ എനിക്ക് ഈ മിസ്രയീമിലെ രാജകൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളെക്കാളും രാജകുമാരിയുടെ പുത്രൻ എന്നുള്ള സ്ഥാനത്തെക്കാളും മിസ്രയീമിന്റെ സമ്പത്തിന്റെ അനന്തരാവകാശി എന്നുള്ള പദവിയെക്കാളും എനിക്ക് വല്ലത് മശിഹയുടെ നാമത്തിൽ കഷ്ടം സഹിക്കുന്നെങ്കിൽ, യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നെങ്കിൽ അതാണ് നല്ലത് എന്ന് തിരിച്ചു
തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് യേശുക്രിസ്തു മശിഹാതമ്പുരാൻ ലോകത്തിൽ അവതരിച്ചപ്പോൾ വിശുദ്ധ പ്രവാചകന്മാരുടെ തിരുവഴുത്തുകളെ അക്ഷരം നിവർത്തിച്ചുകൊണ്ട് അവൻ ലോകത്തിൽ വന്ന മാനവജാതിക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, അവൻ മനുഷ്യരാൽ ത്യജിക്കപ്പെട്ടു, അവൻ വ്യസനപാത്രമായി ലോകത്തിൽ ജീവിച്ചു. അവന്റെ മുഖം തുപ്പലിനും നിന്ദയ്ക്കും അവൻ മറച്ചില്ല. ഈ കഷ്ടവും നിന്ദയും ഒക്കെ ഈ കർത്താവ് മശിഹാതമ്പുരാൻ ലോകത്തിൽ വന്ന് അനുഭവിച്ച അനന്തരം എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ഒരു സന്ദേശമുണ്ട്. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുത്തേക്ക് ചെല്ലേണ്ടിയിരിക്കുന്നു. ആകയാൽ ജീവിത നാടുകളിൽ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ പ്രിയ സഹോദരി സഹോദരന്മാരെ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ഈ ലോകത്തിന്റെ സമ്പത്തല്ല, ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളല്ല, ഈ ലോകത്തിന്റെ പാപത്തിന്റെ താൽക്കാലികമായ സുഖങ്ങളല്ല, ഈ ലോകത്തിന് എന്തെങ്കിലും പൊരുക്കളല്ല, മറിച്ച് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ എനിക്കൊരവസരം കിട്ടുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം, അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ വചനത്തിലെ ശക്തിയോടെ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട് ദൈവമക്കളെ ഏറ്റവും വലിയ സമ്പത്തതാകുന്നു. മോശ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. അപ്പോസ്തോലിക പിതാക്കന്മാർ അതൊക്കെ തിരിച്ചറിഞ്ഞു. ഒരിക്കൽ പത്രോസും യോഹന്നാനും യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളൊക്കെ നടത്തി രോഗികളെ സൗഖ്യമാക്കി യേശുവിന്റെ നാമത്തിൽ സുവിശേഷം അറിയിച്ചു നടക്കുമ്പോൾ അവരെ യഹൂദന്മാർ പിടിച്ചുകെട്ടി ന്യായാധിപ സഭയുടെ മുമ്പിൽ കൊണ്ടുപോയി അവരെ വിസ്തരിച്ച് അതിനുശേഷം പത്രോസിനെയും യോഹന്നാനെയും കോലുകൊണ്ട് അടിച്ച് അവരെ തർജ്ജനം ചെയ്ത അശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞ് അപമാനിച്ച് അവരെ പുറത്തിറക്കി വിട്ടു ന്യായാധിപ സഭയുടെ മുമ്പിൽ നിന്ന്. നമ്മളാണെന്നുണ്ടെങ്കിൽ നാണക്കേട് കൊണ്ട് മുഖം മറച്ച്, കണ്ടിട്ടില്ലേ പത്രങ്ങളിലൊക്കെ ഓരോരുത്തരുടെ കള്ളന്മാരുടെ ഫോട്ടോ വരുന്നത്, പോലീസുകാർ തന്നെ കൊടുക്കും മുഖം മറയ്ക്കാനായിട്ട് അവർക്ക് തുണിയും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറും ഇതൊക്കെ ഇട്ടാണ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ പത്രോസ് കടന്നു വന്നത് അങ്ങനല്ല. അടികൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുന്നിൽ നിന്നും പത്രോസും യോഹന്നാനും ഇറങ്ങി വന്നത് നാണിച്ചല്ല, അവർ മുഖം മറച്ചുകൊണ്ടല്ല. ഞാൻ ചിന്തിക്കും, അവർ കരമുയർത്തി പിടിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ട് വിളിച്ചു പറഞ്ഞു, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യനായി ഞങ്ങളെ എണ്ണതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവർ ഇറങ്ങി വരുവാനിടയായി തീർന്നു. ആകയാൽ ദൈവത്തിന്റെ പൈതലേ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, കർത്താവിന്റെ നാമനിമിത്തം നിന്ന് സഹിക്കേണ്ട വന്നാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് ഓരോ ദിവസവും കർത്താവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെടേണ്ടി വരുന്നുവോ, നിന്ന് സഹിക്കേണ്ടി വരുന്നുവോ, അതാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. ആദിമ നൂറ്റാണ്ടിൽ നമ്മുടെ പിതാക്കന്മാർ, അപ്പോസ്തോലിക പിതാക്കന്മാർ ഈ വിശ്വാസ മാർഗത്തിന് വേണ്ടി ഒരുപാട് നിന്ദിക്കപ്പെട്ടു, ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ചു, അവർ അപമാനങ്ങൾ സഹിച്ചു. തിരുവെളിച്ചം നമ്മൾ ഇപ്രകാരം വായിക്കുന്ന എബ്രായ ലേഖനം 10-ാം അധ്യായം 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരമാണ് പൗലോസ് പറയുന്നത്, പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയെ ഭവിച്ച് ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായിട്ടാണ് നമ്മുടെ പിതാക്കന്മാർ ലോകത്തിൽ ജീവിച്ചത്. പക്ഷെ ചിന്തിച്ചു നോക്കണം, ഇന്ന് കർത്താവിന്റെ മാർഗത്തിന് വന്നിരിക്കുന്ന മാറ്റം എന്താണ്? യേശുവിന്റെ മാർഗം ഇന്ന് രാജകീയ മാർഗമായിരിക്കുന്നു. നസ്രായൻ കാൽവറിയിൽ അടികൊണ്ട സ്ഥാനത്ത്, അപ്പോസ്തോലിക പിതാക്കന്മാർ നിന്ദകളും ഉപദ്രവങ്ങളും സഹിച്ച സ്ഥാനത്ത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്നും അനുചരന്മാരെന്നും അവകാശപ്പെടുന്നവർ അവർ സിംഹാസനങ്ങളിൽ ഇരുന്ന് കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നു. അവർ മുത്തുകൂടലും ആലുവട്ടവും വെഞ്ചാമരത്തിന്റെ കീഴിൽ ഇരുന്നവർ ജീവിക്കുമ്പോൾ നസ്രായന്റെ മാർഗം അതല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ സഭയുടെ സ്ഥാപകനായിരുന്ന പാസ്റ്റർ പോളിനോട് ദൈവം ഒരിക്കൽ സംസാരിച്ചു, പോൾ, എന്റെ മാർഗം അത് കാലിത്തൊഴുത്തിന്റെ മാർഗമാണ്, അത് പട്ടുമത്തയുടെ മാർഗമല്ല. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് പാശ്ചാത്യ സഭയുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് വെച്ചിട്ട് കാലിത്തൊഴുത്തിന്റെ മാർഗത്തിലേക്ക് പാസ്റ്റർ പോൾ ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നത്. കാരണം എന്തെന്നറിയാമോ? ആദിമ നൂറ്റാണ്ടിൽ നമ്മുടെ പിതാക്കന്മാർ ഇതൊക്കെ സഹിച്ചവരാ. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അപ്പോസ്തോലിക പിതാക്കന്മാർ അവർ അനുഭവിച്ച പീഡനങ്ങളുടെ ആ ആഴത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ഞങ്ങൾ ലോകത്തിന്റെ ചവർ പോലെയും സകലത്തിന്റെയും അടുക്കായി ലോകത്തിൽ ജീവിച്ചു. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും കൂത്തുകാഴ്ചയായി ഈ ലോകത്തിൽ ജീവിച്ചു. എന്നിട്ടും ഞങ്ങൾ സന്തോഷിച്ചു. കാരണം കർത്താവിന്റെ നിന്ദയാണ്
ഏറ്റവും വലിയ ധനമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ ഭക്തനായ മോശ പറയുന്നു, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഇന്ന് രാത്രി ദൈവജ്ഞാനത്താൽ നിറയപ്പെട്ട ഒരു ഹൃദയം നിനക്ക് പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ സഹോദരി സഹോദരന്മാരെ, നിന്റെ ഓരോ നാളുകളും എണ്ണിയാട്ടെ. യേശുവിന്റെ നിന്നയാണ് സമ്പത്ത്. ലോകത്തിന്റെ ധനമല്ല, ലോകത്തിന്റെ പാപത്തിന്റെ സുഖമല്ല, ലോകത്തിന്റെ സ്ഥാനമാനങ്ങളല്ല. കർത്താവിന് വേണ്ടി നിന്ദിക്കപ്പെടുവാൻ ഭാഗ്യം ലഭിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അങ്ങനെ എണ്ണിക്കൊണ്ട് നിന്റെ ജീവിത നാളുകളെ കഴിക്കുവാൻ നിനക്ക് കഴിയുന്നെങ്കിൽ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ സാധിക്കും. സമയം കടന്നു പോകുന്നത് കൊണ്ട് അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകട്ടെ. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് അവന്റെ ജീവിതത്തിൽ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിച്ച ഒരു സന്ദർഭത്തെ കാണുവാൻ സാധിക്കുന്നു. അവൻ അവന്റെ ജീവിത നാളുകളിൽ ഓരോ ദിവസവും എണ്ണിയ മറ്റൊരു വിഷയത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവജ്ഞാനത്താൽ പൗലോസിന്റെ ഹൃദയം നിറഞ്ഞപ്പോൾ പൗലോസ് ഇപ്പോൾ പറയുകയാണ്, ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിക്കൊണ്ടാണ് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. വായിക്കാം, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിച്ചു നോക്കിയാട്ടെ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതും ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. നോക്കുക, പൗലോസ് പറയുന്നു, ഞാൻ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിച്ചപ്പോൾ ലാഭമായിരുന്നതൊക്കെയും എന്റെ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിക്കൊണ്ട് ഞാൻ എന്റെ നാളുകളെ ഈ ലോകത്തിൽ കഴിക്കുന്നു. ഭക്ത, നിനക്ക് ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കണമോ? ഇതാണ് ചെയ്യേണ്ടത്. ലാഭമായിരുന്നതൊക്കെ നഷ്ടമായി പോയെന്ന് ചിന്തിച്ചുകൊള്ളു. ഇന്നത്തെ ആധുനിക ലോകത്തിൽ മനുഷ്യൻ ജീവിക്കുന്നത് ലാഭത്തിന് വേണ്ടിയാ. അവന്റെ സകല പ്രയത്നങ്ങളും, അവൻ അധ്വാനിക്കുന്നത്, അവൻ കഷ്ടപ്പെടുന്നത്, അവൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്, അവൻ ബിസിനസ് ചെയ്യുന്നത്, അവൻ കൃഷി ചെയ്യുന്നത്, അവൻ പണം ചിലവഴിക്കുന്നത് ഒക്കെയും ഇതിന്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ലാഭമുണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിലും ഒരു കാലഘട്ടത്തില് ഈ നിലവാരത്തിൽ ജീവിച്ചവര് ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതും നമുക്ക് ലാഭമായിട്ട് തോന്നും. എന്ന് വെച്ചാൽ ലോകത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ ലാഭമായിട്ട് തോന്നും, നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് ലാഭമായിട്ട് തോന്നും, നമ്മുടെ സമൂഹത്തിലെ സ്റ്റാറ്റസ് നമുക്ക് ലാഭമായിട്ട് തോന്നും, നമ്മുടെ കുടുംബം നമുക്ക് ലാഭമായിട്ട് തോന്നും, നമ്മുടെ വാഹനം നമുക്ക് ലാഭമായിട്ട് തോന്നും, നമ്മുടെ നല്ല വീട് നമുക്ക് ലാഭമായിട്ട് തോന്നും, നമ്മുടെ സമ്പത്ത് ലാഭമായിട്ട് തോന്നും, നമ്മുടെ ബിസിനസ് നമുക്ക് ലാഭമായിട്ട് തോന്നും, നമ്മുടെ ജോലി നമുക്ക് ലാഭമായിട്ട് തോന്നും. ഇതൊക്കെ ലാഭമായിട്ട് തോന്നും. പൗലോസ് ഒരു കാലത്ത് ഇതൊക്കെ ലാഭമായി കണ്ട് ജീവിച്ചവനാ. അവരുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അവനൊരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത്, ഒരു പ്രഭു കുടുംബത്തിലാണ് അവൻ ജനിച്ചത്. അവനത് ലാഭമായി കണ്ടുകൊണ്ട് ഒരിക്കൽ ജീവിച്ചു. അത് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ലോക സാമ്രാജ്യമായിരുന്ന റോമൻ ഗവൺമെന്റിന്റെ പൗരത്വം ജന്മം കൊണ്ട് വാങ്ങിച്ചതായി ഒരു കുടുംബത്തിൽ അവൻ ജനിച്ചത്. അവന്റെ കുടുംബത്തിന്റെ മഹത്വത്തിൽ പ്രശംസിച്ചുകൊണ്ട് ജീവിച്ചവന് യഹൂദന്മാരുടെ മതനീതിന്യായ കോടതിയാകുന്ന സംഘത്തിലും സംഘത്തിൽ അംഗമായിരുന്നു. സമൂഹത്തിൽ ഉന്നതമായ സ്റ്റാറ്റസ് അവൻ ഉണ്ടായിരുന്നു. അന്നത്തെ ഗമാലിയേലിന്റെ ശിഷ്യത്വം അവൻ അഭ്യസിച്ചവനാണ്. മഹാപുരോഹിതന്റെ അധികാരപത്രം കൈക്കലുള്ളവനാണ്. ചുരുക്കത്തിൽ കുടുംബപരമായും സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ സമൂഹത്തിൽ ഉന്നതമായ ശ്രേണിയിൽ ജീവിച്ച ഭക്തനായ പൗലോസ് ഒരിക്കൽ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ഇതൊക്കെ ചവറാകുന്നു. ആ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇപ്പോൾ പൗലോസ് പറയുന്നു, എന്റെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ഞാൻ പ്രാപിച്ചപ്പോൾ എനിക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഇതൊക്കെയും വെറും ചപ്പ്, ഇതൊക്കെയും വെറും ചവറ്. എന്റെ കുടുംബത്തിന്റെ മഹത്വം ചവറ്, എന്റെ സമൂഹത്തിന്റെ സ്റ്റാറ്റസ് ചവറ്, എന്റെ ഗമാലിയേലിന്റെ ശിഷ്യത്വം ചവറ്, യഹൂദന്മാരുടെ സംഘത്തിന്റെ അംഗത്വം എനിക്ക് ചവറ്, എനിക്ക് എന്റെ റോമൻ പൗരത്വം ചവറ്, എന്റെ കുടുംബത്തിന്റെ സമ്പത്ത് ചവറ്. ഒരു കാലത്ത് ഇതിലൊക്കെ പ്രശംസിച്ച് ഇതൊക്കെ ലാഭമെന്ന് കരുതി ജീവിച്ച പൗലോസ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനമുള്ള ഹൃദയം പ്രാപിച്ചപ്പോൾ അവൻ പറയുകയാണ്, ഇതൊക്കെയും വെറും ചവറ്. ക്രിസ്തുവിൽ കണ്ടെത്തിയ സമ്പത്തുമായിട്ട് ധനവുമായിട്ട് താരതമ്യം ചെയ്തപ്പോൾ ലോകത്തിലുള്ള അവന്റെ സമ്പത്തൊക്കെ തിരിച്ചറിഞ്ഞു. ഇതൊക്കെ വെറും ചപ്പാണ്, ഇതൊക്കെ വെറും ചവറാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് അവൻ പറയുന്നു, ഞാൻ ലാഭമായിരുന്നതൊക്കെ ഛേദമെണ്ണിക്കൊണ്ടിരിക്കുന്നു. ഗേക്കിംഗ് എന്ന് പറയുന്ന വിഖ്യാതനായ ഒരു സുവിശേഷകനുണ്ട്. ഗേക്കിൽ ഈ വാക്യത്തെ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തായിരിക്കുന്ന യേശുവിന്റെ മുമ്പിൽ ലോകത്തിന്റെ സമ്പത്തുകളൊക്കെ നഷ്ടമായിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തായിരിക്കുന്ന ക്രിസ്തുവിന്റെ മുമ്പിൽ ലോകത്തിലെ സകല സമ്പത്തും നഷ്ടമായിരിക്കുക.
സാധിക്കും. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. വിശുദ്ധ പൗലോസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിലവാരത്തിലൊക്കെ പ്രശംസിച്ച് അവന്റെ കുടുംബത്തിലും അവന്റെ സമ്പത്തിലും അവന്റെ സമൂഹത്തിലെ സ്റ്റാറ്റസിലും അവന്റെ തൊഴിലിലും അവന്റെ പൗരത്വത്തിലും അവന്റെ സ്ഥാനമാനങ്ങളിലും ഒക്കെ പ്രശംസിച്ച് അതൊക്കെ ലാഭമാണെന്ന് കണ്ട് ജീവിച്ച കാലയളവിൽ അവൻ രക്ഷിക്കപ്പെട്ടിരുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അവന്റെ ആത്മാവിന്റെ രക്ഷ അവൻ ഭദ്രമാക്കിയിരുന്നില്ല, അവൻ രക്ഷിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ ഒരു ദിവസം അവൻ രക്ഷിക്കപ്പെട്ടു. അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവന്റെ മുമ്പിൽ ബാക്കിയെല്ലാം ഛേദമായി നിൽക്കുകയാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളതെല്ലാം അവന്റെ മുമ്പിൽ ഛേദമായി തീർന്നു, ബാക്കിയുള്ളതെല്ലാം അവന്റെ മുമ്പിൽ നഷ്ടമായി തീർന്നു. ആകയാൽ ഇന്ന് രാത്രി അടുത്ത മകളിൽ ഞങ്ങളെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോ. യേശുവിനെ നിന്റെ ജീവിതത്തിൽ നീ സമ്പാദിച്ചിട്ടുണ്ടോ? ലോകത്തിൽ നിനക്കൊന്നുമില്ലെങ്കിൽ ബാക്കി സകലതും നിനക്കുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ലോകത്തിൽ നിനക്ക് സമ്പത്തുണ്ടായിരിക്കാം, 2 നില കെട്ടിടമുണ്ടായിരിക്കാം, വില കൂടിയ വാഹനം ഉണ്ടായിരിക്കാം, നല്ല ജോലി ഉണ്ടായിരിക്കാം, സമൂഹത്തിലെ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കാം, നിനക്ക് വ്യക്തിത്വം ഉണ്ടായിരിക്കാം, സമ്പത്ത് ഉണ്ടായിരിക്കാം. യേശുവിനെ നിന്റെ ജീവിതത്തിൽ നേടിയിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി നീ നേടിയതൊക്കെയും വട്ടപൂജ്യമാകുന്നു, അതൊക്കെയും നഷ്ടമാകുന്നു. ആ യാഥാർത്ഥ്യത്തെ ഇന്ന് രാത്രികാലം മനസ്സിലാക്കിക്കൊണ്ട് വേണം നിന്റെ ജീവിത നാളുകളെ കഴിക്കുവാൻ. വിശുദ്ധ പൗലോസിന് ജ്ഞാനമുള്ള ഹൃദയം പ്രാപിച്ചപ്പോൾ അവൻ പറയുകയാണ് ചെയ്യുന്നത്, കർത്താവേ, എനിക്ക് ലാഭമായിരുന്നു കരുതിയതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി നഷ്ടമായി പോയി. എനിക്ക് ലാഭം എന്തെന്നറിയാമോ? എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, എനിക്ക് മരിക്കുന്നതാണ് ലാഭം. ഇപ്പോൾ എന്റെ ലാഭം എന്ന് പറയുന്നത് വിട്ടുപിരിഞ്ഞ്, ഇതൊക്കെ അങ്ങോട്ട് വിട്ടുപിരിഞ്ഞ് ഈ ലോകവും ഈ ലോകത്തിലുള്ളതും ഈ ലോകത്തിന്റെ സുഖവും ഈ ലോകത്തിന്റെ സമ്പത്തും ഇതൊക്കെ വിട്ടുപിരിഞ്ഞ് എന്റെ കർത്താവിനോടുകൂടെ ഇരിക്കുവാൻ ഞാൻ അധികം വാഞ്ചിക്കുന്നു. അതാണ് എനിക്ക് ലാഭം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ വിശുദ്ധ പൗലോസ് ഇപ്പോൾ പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. ലോകത്തിൽ എന്തെല്ലാം വരട്ടെ, കഷ്ടത വരട്ടെ, പട്ടിണി വരട്ടെ, നഗ്നത വരട്ടെ, ആപത്ത് വരട്ടെ, വാള് വരട്ടെ, ലോകത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വരട്ടെ, ഇല്ല, എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ ഞാൻ പിന്മാറത്തില്ല. കാരണം എന്റെ ഹൃദയത്തിൽ ഒരു ജ്ഞാനം ഞാൻ പ്രാപിച്ചു. ലോകത്തിലേക്ക് ഏറ്റവും വലിയ ലാഭം എന്റെ കർത്താവാണ്. ആ യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു. ഇന്ന് രാത്രിക്കാലം എത്ര ദൈവമക്കൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ദൈവമക്കളെ, ലോകത്തിൽ നമുക്കുള്ളതൊക്കെ ഛേദമെന്നുണ്ടാവും. സമൂഹത്തിലെ സ്റ്റാറ്റസ് അല്ല നമുക്ക് വലുത്, നമ്മുടെ കുഞ്ഞുങ്ങളല്ല നമുക്ക് വലുത്, നിന്റെ കുടുംബമല്ല നിനക്ക് വലുത്, നിന്റെ സമൂഹത്തിലെ നിന്റെ സമുദായത്തിലെ പാരമ്പര്യമോ അംഗത്വമോ അല്ല നിനക്ക് വലുത്, നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യമല്ല നിനക്ക് വലുത്, നിന്റെ വിദ്യാഭ്യാസമല്ല നിനക്ക് വലുത്, നിന്റെ സമ്പത്തല്ല നിനക്ക് വലുത്, നിന്റെ ബഹുനില കെട്ടിടമല്ല വലുത്. ഇതൊക്കെയും ഛേദമാണ്. നിനക്ക് വലുത് യേശുവായിരിക്കട്ടെ. മറിച്ച് നിന്റെ ജീവിതത്തിൽ ഇതൊക്കെ വലുതായി തോന്നുന്നെങ്കിൽ ഏറ്റവും വലുതിനെ നീ സമ്പാദിച്ചിട്ടില്ല. അത് കർത്താവ്. നമുക്ക് ചേർന്നൊരു ഒരു പാട്ട് പാടാം. ലാഭമായിരുന്നതെല്ലാം ഛേദമെന്നിടുന്ന ഈഹത്തിൽ. ഭക്തൻ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ അനുഭവത്തിലൂടെ അങ്ങോട്ട് എഴുതി വെച്ചു, ലാഭമായിരുന്നതെല്ലാം ഞാൻ ഛേദമെന്നിടുന്നു. എല്ലാവരും മക്കളെ ചേർന്ന് കരങ്ങളടിച്ച് 4 വരി പാട്ടൊന്ന് പാടിയിട്ട് നമുക്ക് നമ്മുടെ അനുഭവത്തോട്, കർത്താവേ, ഞാൻ ലോകത്തിൽ ലാഭമായി കണ്ടതിനെയൊക്കെ ഇന്ന് രാത്രി ഛേദമെന്നിടുന്നു, നഷ്ടമെന്നിടുന്നു. എന്റെ യേശുവാണ് എനിക്ക് ലാഭം. അത് തിരിച്ചറിഞ്ഞാൽ ജ്ഞാനം പ്രാപിച്ച ദൈവമക്കൾ ചേർന്ന് കരങ്ങളടിച്ച് പാട്ടുപാടി ദൈവത്തെ സന്തോഷിച്ചോട്ടെ. ലാഭമായിരുന്നതല്ല ഛേദമെന്നിടുന്നേ ഈഹത്തിൽ, ലാഭമായിരുന്നതല്ല ഛേദമെന്നിടുന്നേ ലോകത്തിൽ ലോകത്തെ ജയിച്ച പുത്രത്തെ സ്നേഹം, ലോകത്തെ ജയിച്ച പുത്രത്തെ സ്നേഹം, ഒരിക്കൽ കൂടെ നന്നായിട്ട് അനുഭവത്തോടൊന്ന് പാടിയട്ടെ. ലാഭമായിരുന്നതെല്ലാം ഛേദമെന്നിടുന്ന ഈഹത്തിൽ, ലോകത്തെ ജയിച്ച പുത്രന്റെ സ്നേഹം, ആ സ്നേഹം എനിക്ക് മതിയെ. നമുക്ക് ചേർന്ന് കരങ്ങളടിച്ചെല്ലാം അവിടെ ചേർന്ന് പാടിയട്ടെ. ലാഭമായിരുന്നതെല്ലാം ഛേദമെന്നിടുന്ന ഈഹത്തിൽ, ലാഭമായി
ലോകത്തിൽ മാനങ്ങൾ എന്നിൽ വന്നിടരുതേ. ലോകത്തിൽ മാനങ്ങൾ എന്നിൽ വന്നിടരുതേ. ലോകത്തെ ജയിച്ച പുത്രന്റെ സ്നേഹം, ലോകത്തെ ജയിച്ച പുത്രന്റെ സ്നേഹം, ആ സ്നേഹം എനിക്കു മതി, ആ സ്നേഹം എനിക്കു മതി. ലാഭമായിരുന്നതല്ല ചെലവന് സ്നേഹത്തിൽ, ലാഭമായിരുന്നതല്ല ചെലവന് സ്നേഹത്തിൽ. ലോകത്തിൽ എന്നിൽ വന്നിടരുതേ. ലോകത്തിൽ എന്നിൽ വന്നിടരുതേ. ലോകത്തെ ജയിച്ച പുത്രന്റെ സ്നേഹമോ, ലോകത്തെ ജയിച്ച പുത്രന്റെ സ്നേഹമോ, ആ സ്നേഹം എനിക്കു മതി, ആ സ്നേഹം എനിക്കു മതി. ലാഭമായിരുന്നതല്ല ചെലവന് സ്നേഹത്തിൽ, ലാഭമായിരുന്നതല്ല ചെലവന് സ്നേഹത്തിൽ, ലാഭമായിരുന്നതല്ല ചെലവന് സ്നേഹത്തിൽ. ലാഭമായിരുന്നതല്ല ചെലവന് സ്നേഹത്തിൽ, 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 ലാഭമായിരുന്നതല്ല ചെലവന് പ്രിയ മക്കളെ, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ലോകത്തിൽ അവന്റെ സ്ഥാനത്തിലും അവന്റെ മാനത്തിലും അവന്റെ സമൂഹത്തിലെ സ്റ്റാറ്റസിലും അവന്റെ ഉന്നതമായ കുടുംബത്തിന്റെ ബന്ധത്തിലും അവൻ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നുള്ള ജനിച്ചവൻ എന്നുള്ളതിനും യേശുക്രിസ്തുവായിട്ട് ജഡപ്രകാരം ബന്ധമുള്ളവൻ എന്നുള്ളതിനും പരീശനിൽ നിന്ന് ജനിച്ച പരീശൻ എന്നുള്ളതിനും ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യൻ എന്നുള്ളതിനും ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിയാതെ ജീവിച്ചവൻ എന്നുള്ളതിനും പലതിലും പ്രശംസിച്ചവൻ ജീവിച്ചു. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അവരുടെ ജീവിതത്തിൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പൗലോസ് പറയുന്നു, ഇതൊക്കെ ഇവർ നഷ്ടമായി പോയി, ഇതൊക്കെ ഇവർ ഛേദമായി പോയി. ഇപ്പോൾ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരാഗ്രഹമുണ്ട്. എനിക്ക് കർത്താവിനെ എന്റെ ജീവിതത്തിൽ നേടണം, എനിക്ക് ക്രിസ്തുവിനെ എന്റെ ജീവിതത്തിൽ നേടണം. എന്റെ പ്രവൃത്തികളാൽ ഞാൻ സമ്പാദിക്കുന്ന ന്യായപ്രമാണത്തിന്റെ നീതിയല്ല, യേശുക്രിസ്തുവിന്റെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ പ്രാപിച്ച് എനിക്ക് എന്റെ യേശുവിനോടുകൂടെ ഇരിക്കണം. എനിക്ക് യേശുവിന്റെ മരണത്തിൽ പങ്കാളിയായി തീരണം. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിച്ചറിയണം. അവനെ മരിച്ചവർ ഉയർപ്പിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം. ഇങ്ങനെ കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുന്ന ആ ദിവസം വല്ല വിധേനയും മരിച്ചവരുടെ നിന്നും എനിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കണം. ഇതാണ് എന്റെ ജീവിതത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ആകെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൽ ലാഭമായിരുന്നതിനൊക്കെയും ഛേദം നണ്ടിക്കൊണ്ട് യേശുക്രിസ്തുവാണ് ഏറ്റവും വലിയ സമ്പത്ത് നണ്ടിക്കൊണ്ട് നമ്മുടെ ജീവിത നാടുകളെ നമുക്ക് മുന്നോട്ട് കഴിക്കേണ്ടവരായി തീരാം. അടുത്തതായി നമ്മൾ വായിച്ച കുർബാന്യത്തിലേക്ക് വരുമ്പോൾ ഭക്തനായി മോശ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്, കർത്താവേ, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ വീണ്ടും വിശുദ്ധ പൗലോസ് അവന്റെ ജീവിതത്തിൽ എണ്ണിയ
മറ്റൊരു വിഷയത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. റോമലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് അവരുടെ ജീവിതത്തിൽ ഇപ്രകാരം എണ്ണി എന്ന് പറഞ്ഞിരിക്കുന്നു: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നവൻ എണ്ണി. വായിച്ചു നോക്കിയാൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. വിശുദ്ധ പൗലോസ് അവന്റെ ജീവിതത്തിൽ ഓരോ നാളുകളെയും അവൻ എണ്ണിക്കൊണ്ട് ജീവിച്ചു. കാര്യം വിശ്വാസത്തിന് വേണ്ടി ഒരുപാട് കഷ്ടങ്ങൾ അവൻ സഹിച്ചവനാണ്. അതിന്റെ ഒന്നും ആവശ്യം അവനില്ല. രാജകീയമായ സ്ഥാനത്തിരുന്നവനാണ്. പൗലോസിന്റെ കഷ്ടങ്ങളെ കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന ഭാഗം വായിച്ചാൽ കരഞ്ഞു പോകും. ഒന്ന് കുറേ 40 അടി 5 വട്ടം കൊണ്ട് 3 പ്രാവശ്യം കോലിനാൽ അടിക്കപ്പെട്ടു. ഒരു രാപ്പകൽ അവൻ വെള്ളത്തിൽ കഴിച്ചു. പലവട്ടം പട്ടിണി, പലവട്ടം പൈതാകം, കള്ളന്മാരുടെ ആപത്ത്, കടലിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, ഇതൊക്കെയും വിശുദ്ധ പൗലോസ് അവന്റെ ജീവിതത്തിൽ സഹിച്ചു. പക്ഷെ അതൊന്നും നഷ്ടമായിട്ട് അവന് തോന്നുന്നില്ല. പൗലോസ് പറയുന്നു, ഇതൊന്നും സാരമില്ല. നൊടി നേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടം ഒടുവിൽ എന്റെ ജീവിതത്തിൽ അത്യന്തം അനവധിയായ തേജസ്സിന് എന്നെ ഒരുക്കുവാനിടയായി തീരും. ആ ഒരു ആത്മീക വെളിപ്പാട് പൗലോസ് അവരുടെ ജീവിതത്തിൽ പ്രാപിച്ചപ്പോൾ ഇപ്പോൾ പറയുകയാണ് ചെയ്യുന്നത്: കഷ്ടങ്ങൾ സാരമില്ല. എന്നിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ് ഞാൻ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളെ സാരമില്ല എന്ന് ഞാനാണ്. ഇന്ന് ലോകത്തിൽ വിശ്വാസത്തിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ അതൊരു ഭാരമായി, പ്രയാസമായി നമുക്ക് തോന്നുന്നുവെങ്കിൽ നിത്യതയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ശരിയായ ദർശനം നമ്മൾ പ്രാപിച്ചിട്ടില്ലാത്തതുകൊണ്ട്, ഈ ലോകത്തിലെ ജീവിതം വളരെ ദീർഘമായി നമുക്ക് തോന്നുന്നുവെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ള ദർശനം നമുക്ക് പ്രാപിച്ചിട്ടില്ലാത്തതുകൊണ്ട്, നിത്യത എന്ന് പറയുമ്പോൾ, നിത്യതയുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ ജീവിതം വളരെ ഹ്രസ്വമാണ്. എണ്ണമില്ലാത്ത ആ ജീവിതകാലം മുഴുവനും ക്രിസ്തുവിനോടുകൂടെ അനന്ത നിത്യതയിൽ വാഴുന്ന ജീവിതം നമ്മൾ നിലയ്ക്കുമ്പോൾ ഒരു 10, 70, 80 വർഷത്തെ ഈ ലോകത്തിലെ ജീവിതം എന്തോ ഉണ്ടെന്ന് ചിന്തിക്കണം. എത്രയോ ഭക്തന്മാർ അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് ജീവിച്ചു. ഒരിക്കൽ ഭക്തനായ ദിയർമൂടിയോട് ഒരാൾ ചോദിച്ചു: സഹോദര, നിങ്ങൾ ഈ ലോകത്തിൽ ഈ കഷ്ടങ്ങളൊക്കെ സഹിച്ച് ജീവിച്ചിട്ട് നിങ്ങൾ അന്ന് നിത്യതയിൽ പോയി സന്തോഷിക്കാൻ പോവുകയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ നിത്യതയിൽ ചെന്നാൽ അവിടെ അന്തമില്ലാത്ത അവിടുത്തെ ജീവിത കാലയളവിൽ എങ്ങനെ ജീവിക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതായിരുന്നു ചോദ്യം. നിത്യതയിൽ അന്തമില്ലാത്ത ആയുഷ്കാലം നിങ്ങൾ എങ്ങനെ ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്? ദിയർമൂടി മറുപടി പറഞ്ഞു: ഞാൻ നിത്യതയിൽ എത്തിക്കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ 1000 വർഷം ഞാൻ എന്റെ യേശുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് അവന്റെ സൗന്ദര്യം മാത്രം ഞാൻ കണ്ടുകൊണ്ടിരിക്കും. എന്റെ 1000 വർഷം ഞാൻ അവന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കത്തില്ല. അവന്റെ സൗന്ദര്യം മാത്രം ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ഒരു ഭക്തന്റെ പ്രത്യാശയുടെ ആഴം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ആകയാൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. വിശ്വാസ ജീവിതം ഒരിക്കലും അത് സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും മാർഗമല്ല. ഇന്ന് ക്രിസ്തീയ മാർഗം ഏറ്റവും അധികം ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. സുവിശേഷം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് മനുഷ്യൻ അഭിവൃദ്ധിയുടെ സുവിശേഷത്തിന്റെ പിന്നാലെ ഓടുകയാണ്. എവിടെ കടഭാരം മാറാം, എവിടെ രോഗം സൗഖ്യമാകാം, എവിടെ സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കുന്നു, നാളെ വിദേശത്തേക്ക് പോകാം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആളുകൾ ഓടിക്കൂടുകയാകുന്നു. നസ്രായിന്റെ മാർഗം ഈ ലോകത്തിൽ സമ്പത്തുണ്ടാക്കി തരുന്ന മാർഗമല്ല. ഈ ലോകത്തുകളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന മാർഗമല്ല. ഈ ലോകത്തുന്നതമായ സൗധങ്ങൾ കെട്ടിപ്പണിയിക്കുന്ന മാർഗമല്ല. ആദിമ നൂറ്റാണ്ടിൽ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ പറഞ്ഞു: സ്വന്തം ജീവനെയും കൂടെ പകച്ചു വരാവുന്നവർ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ ഈ പണിക്ക് വരണ്ട എന്ന് പറഞ്ഞു. ജീവനെ കൂടെ കളയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറുള്ളവർ മാത്രം വന്നാൽ മതി. സ്വന്തം ജീവനെ നേടുന്നവർക്ക് അത് പ്രാപിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നസ്രായിന്റെ മാർഗം ഈ ലോകത്തിന്റെ സുഖത്തിന്റെയോ ഈ ലോകത്തിന്റെ സമ്പത്തിന്റെയോ ഈ ലോകത്തിന്റെ അഭിവൃദ്ധിയുടെ പിന്നാലെ ഒരു മനുഷ്യനെ വലിച്ചിഴയ്ക്കുന്ന മാർഗമല്ല. ആ മാർഗം ശത്രുവിന്റെ മാർഗമാണ്. അത് ദുഷ്ടൻ വിതയ്ക്കുന്ന കളയാണ്.
അതിന് രാത്രികാലം ദൈവമക്കളായ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. നസ്രായന്റെ മാർഗം എന്ന് പറയുന്നത് കഷ്ടതയുടെ മാർഗമാണ്. അതുകൊണ്ടാണ് പൗലോസും ബർന്നബാസും ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുമ്പോൾ അവരോട് പറഞ്ഞു, വിശ്വാസത്തിൽ നിലനിൽക്കണം, അനേക കഷ്ടങ്ങളിൽ കൂടെ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കണം. ദൈവരാജ്യത്തിൽ കടക്കണമെന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ലെന്നേ. ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചെങ്കിലേ അവിടെ ചെന്ന് ചേരുവാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ, കേവലം ഈ ലോകത്തിൽ തന്നെ ജീവിക്കുമ്പോൾ ചൊവ്വയിലേക്ക് പോകുന്നുവെന്നിരിക്കട്ടെ. സുനിതാ വില്യംസിനെ ചൊവ്വയിൽ കൊണ്ടുപോയെന്ന് പറയുമ്പോൾ ഒരു ദിവസം സുനിതാ വില്യംസ് നല്ലതുപോലെ ഒരുങ്ങി വന്നിട്ട് ആ സ്പേസ് ഷട്ടിലിനകത്തോട്ട് കയറി നേരെ ചൊവ്വ എന്ന് പറയുന്ന ചുവന്ന ഗ്രഹത്തിൽ പോയി ചുറ്റിയടിച്ചിട്ട് പിറ്റേന്ന് വന്ന് വീട്ടിൽ പോയതല്ല. അങ്ങനല്ല സംഭവിച്ചത്. അവർക്ക് ചൊവ്വാഗ്രഹത്തിൽ പോയി താമസിക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ചുരുങ്ങിയത് 6 മാസമെങ്കിലും ഈ ലോകത്തിൽ തന്നെ ചൊവ്വയുടെ ആ അന്തരീക്ഷം കൃത്രിമമായി സൃഷ്ടിച്ച് ആ അന്തരീക്ഷത്തിൽ 6 മാസം അവൾ ജീവിക്കണമായിരുന്നു. ചൊവ്വയിലെ ജീവിത സാഹചര്യം കൃത്രിമമായി പരീക്ഷണശാലയിൽ ജീവിച്ചിട്ട് അവിടുത്തെ ജീവിതത്തിന്റെ ആ അവസ്ഥയിൽ ലോകത്തിൽ ജീവിച്ചതിന് ശേഷമാണ് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നത്. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ സൂട്ട്കേസും എടുത്ത് വീട്ടിലോട്ട് പോകുവാൻ സാധിക്കത്തില്ല. വീണ്ടും ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അടുത്ത ഒരു പിന്നീട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പര്യാപ്തമായ നിലയിൽ അവിടെ പരിശീലിപ്പിച്ച് ലോഹവുമായി ഇണക്കിയിട്ടേ അവിടെ ലോകത്തിലേക്ക് ഇറക്കി വിടത്തുള്ളൂ. അല്ലാതെ ജീവിക്കുവാൻ സാധിക്കത്തില്ല. കേവലം ചൊവ്വാഗ്രഹത്തിൽ പോകുവാൻ എത്രയും പരിശീലനം ആവശ്യമുണ്ടെങ്കിൽ ചൊവ്വാഗ്രഹത്തിൽ നിന്ന് ഒരാൾക്ക് ഭൂമിയിൽ വന്ന് താമസിക്കുവാൻ ഇത്രയും പരിശീലനം ആവശ്യമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോയി താമസിക്കുവാൻ എത്ര പരിശീലനം ആവശ്യം, എത്ര തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. അതിന് കഷ്ടം സഹിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. നസ്രായന്റെ മാർഗം കഷ്ടതയുടെ മാർഗമാണ്. യേശു പറഞ്ഞു, ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവാൻ നിങ്ങൾ പോരാടി അകത്ത് കടക്കണം. അകത്തു കടന്നെങ്കിലേ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന മാർഗമാണത്. കാര്യം അവിടെ നമുക്ക് ഒരുക്കിയിരിക്കുന്ന തേജസ് അത്ര വലിയതാണ്. ഒരിക്കലൊരു സയന്റിസ്റ്റ് ഒരു ചെറിയ പ്യൂപ്പ, ഒരു ലാർവ വളർന്നിട്ട് അതിന്റെ കൊക്കൂൺ ഭേദിച്ച് പുറത്തു വരുന്ന രംഗം കാണുവാൻ ഇടയായി തീർന്നു. ആ കൊക്കൂണിന്റെ അറ്റത്ത് പുഴു വന്ന് മുട്ടുകയാണ്. അത് മുട്ടുമ്പോൾ പല പ്രാവശ്യം മുട്ടുമ്പോൾ ആ കൊക്കൂണിന് ചെറിയൊരു വിള്ളലുണ്ടായി. ആ വിള്ളലിലൂടെ പുഴു വളരെ കഷ്ടപ്പെട്ട് നിഴഞ്ഞ് അതിന് പുറത്തിറങ്ങുകയാണ്. ഈ സയന്റിസ്റ്റ് ഇതിന്റെ കഷ്ടതയും വരിഷ്ഠതയും ഒക്കെ കണ്ട് ആ ചെറിയ ദാരത്തിലൂടെ ഈ ചെറിയ പുഴു ഇങ്ങനെ നുഴഞ്ഞു പുറത്തിറങ്ങുന്നത് കണ്ടിട്ട് സയന്റിസ്റ്റിന് വല്ലാത്ത വിഷമം തോന്നി. താൻ അടുത്ത ഒരു പുഴു ഇങ്ങനെ ശ്രമിക്കുന്നത് കണ്ടിട്ട് അത് ബ്ലേഡ് കൊണ്ട് വന്നിട്ട് ആ കൊക്കോണിന്റെ അറ്റത്തിന് ചെറിയ ദാരം ഉണ്ടാക്കി കൊടുത്തു. മോനെ ഇറങ്ങിപ്പോലെ, ഫ്രീ ആയിട്ട് ഇറങ്ങിപ്പോരാൻ പറഞ്ഞു. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അത് ഫ്രീ ആയിട്ട് ഇറങ്ങിപ്പോരുന്നു. അതിനുശേഷം ഈ സയന്റിസ്റ്റ് ഈ 2 പുഴുക്കളെയും പരീക്ഷണശാലയിൽ കൊണ്ടുപോയി അതിനെ നിരീക്ഷിക്കുവാൻ തുടങ്ങി. നിരീക്ഷിച്ചപ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലായി. തന്നെത്താൻ കൊക്കൂൺ ഭേദിച്ച് ആ കൊക്കൂണിനകത്തൂടെ വളരെ കഷ്ടപ്പെട്ട് ഞെരുങ്ങി ഇറങ്ങി വന്ന പുഴു അത് മനോഹരമായി വർണ്ണരാജികളോട് കൂടിയ മനോഹരമായ ചിറകുകളുള്ള ചിത്രശലമായി മാറ്റപ്പെട്ടു. എന്നാൽ താൻ പ്രീപാസിൽ ഇറക്കിവിട്ട പുള്ളി നോക്കിയപ്പോൾ അതിന്റെ ചിറകൾക്ക് ഒരു സൗന്ദര്യമില്ല. അതിനകത്ത് നിറങ്ങൾ വിരിഞ്ഞിട്ടില്ല, വർണ്ണങ്ങൾ അതിനകത്ത് കടന്നു വന്നിട്ടില്ല. കേവലം ചിറകുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു ചിത്രശലഭത്തെ മനോഹരമായി ചിത്രശലമായി വാർത്തിയെടുക്കുവാൻ പ്രകൃതി അങ്ങനൊരു നിയമം അതിന് വെച്ചിരിക്കുന്നെങ്കിൽ തിരുവെടുത്ത് പറയുന്നു, ഇടുക്ക് വഴിയിലൂടെ അകത്തു കിടക്കുവാൻ പോരാടുവി, ജീവനിലേക്കുള്ള വഴി ഇടുക്കമുള്ളതാകുന്നു, അതിലൂടെ കടന്നുപോയി ജീവനിൽ പ്രവേശിക്കണം. അല്ലാതെ ഫ്രീ പാസിലൂടെ കയറി പോകുവാൻ സാധിക്കത്തില്ല. നസ്രായന്റെ മാർഗം കഷ്ടതയുടെ മാർഗമാണ്. പക്ഷേ നമുക്കത് ലഘുവായി തോന്നും. എപ്പോഴാണെന്ന് അറിയാമോ? അത് നിത്യതയുമായിട്ട് നമ്മുടെ ജീവിതത്തെ തുലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കർത്താവിന് വേണ്ടി ഈ ലോകത്തിൽ രക്ഷിക്കപ്പെട്ടത് ദൈവവേദൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടം സഹിച്ചേ മതിയാവും. അതുകൊണ്ട് ആ വിശുദ്ധ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ ഇപ്രകാരം എഴുതി, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി എന്റെ ശരീരത്തിൽ ഞാൻ പൂരിപ്പിക്കുകയാണ് ചെയ്യുന്ന. വാക്യങ്ങൾ കണ്ടെങ്കിലൊന്ന് വായിച്ചാട്ടെ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി എന്റെ ജഡത്തിൽ ഞാൻ പൂരിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടം പൂരിപ്പിക്കുവാൻ ഒരു ബാക്കിയുണ്ട്, ഒരു ഭാഗമുണ്ട്. അതിട്ടിട്ടാണ് തമ്പുരാൻ പോയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു ഭക്തൻ അവന്റെ സഭയ്ക്ക് വേണ്ടി ഈ ശരീരത്തിൽ പൂരിപ്പിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ.
അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, കർത്താവിന്റെ കഷ്ടങ്ങൾ എന്താ കുറവുള്ളത്? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ കുറവായിട്ടുള്ളത് ഈ ജഡത്തിൽ, ശരീരത്തിൽ അവന്റെ സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കുന്നുവെന്ന് പൗലോസ് പറയുമ്പോൾ കർത്താവിന്റെ കഷ്ടത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? കർത്താവിന്റെ കഷ്ടത്തിൽ ഒരു കുറവുമില്ല. അവർ സഹിക്കേണ്ട സകല കഷ്ടങ്ങളും സഹിച്ചു. അവന്റെ വിലാപ്പുറം അവർ ഉഴവുചാലുകളെ പോലെ ചമ്മട്ടി കൊണ്ട് അടിച്ചു കയറി. അവരുടെ കൈകളും കാലുകളും ഇരുമ്പാണുകൾ അടിച്ചു. അവരുടെ മുഖത്ത് അവർ കാർക്കിച്ചു തുപ്പി. അവരുടെ മുഖത്ത് താടിരോമങ്ങളും അവർ നാണയത്തൊട്ടുകൾ ചേർത്ത് പറിച്ചു വലിച്ചു പറിച്ചു. അവന്റെ കണ്ണത്തവർ ഇടിച്ചു. അവരുടെ മുഖത്തവർ കുത്തി. താടിരോമങ്ങൾ വലിച്ചു പറിച്ചു. അവരുടെ വിലാപ്പുറത്തവർ കുന്തം കൊണ്ട് കുത്തി. തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചു. കണ്ടാൽ ഒരു മനുഷ്യപ്പാലമോ എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടവനായി, രൂപം കണ്ടാൽ ആളല്ലെന്നും ആകൃതി കണ്ടാൽ മനുഷ്യനല്ലെന്നും തോന്നുമാറ് ഒരു മാംസപിണ്ഡമായി കർത്താവ് മാറ്റപ്പെട്ടു. പക്ഷേ കർത്താവിന്റെ കഷ്ടങ്ങൾ കുറവുണ്ടായി. എവിടെയാണ് കുറവുള്ളത്? കർത്താവിന്റെ കഷ്ടങ്ങൾ കുറവ് ഒരു പാപിയുടെ മാനസാന്തരത്തിന്, രക്ഷയ്ക്ക് വേണ്ട കഷ്ടങ്ങൾ കർത്താവ് പൂർണ്ണമായി സഹിച്ചിട്ടുണ്ട്. ഒരു പാപിയുടെ രക്ഷയ്ക്കും മാനസാന്തരത്തിന്, വീണ്ടെടുപ്പും വേണ്ടിയുള്ള കഷ്ടങ്ങൾ പൂർണ്ണമായി കർത്താവ് സഹിച്ചു. പക്ഷേ ആ കഷ്ടങ്ങളിലൂടെ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി പൂർണ്ണതയിലേക്ക് വളരണമെങ്കിൽ ബാക്കി കഷ്ടങ്ങൾ സഭ ശരീരത്തിൽ സഹിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. ക്രിസ്തുവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കഷ്ടങ്ങൾ പൂർണ്ണമായി സഹിച്ചു. പക്ഷേ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള കഷ്ടങ്ങൾ ശരീരത്തിൽ നമ്മൾ സഹിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. അത് ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പൂരിപ്പിക്കുന്നവരായി തീരുവാൻ ഇടയായി തീരണം. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊള്ളണം. വേദപണ്ഡിതരിക്കുന്ന ഗോഡെ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ താൻ ഇപ്രകാരം പറഞ്ഞു: അല്പകാലത്തേക്കുള്ള ഈ കഷ്ടങ്ങൾ സാരമില്ല എന്നണത്തക്കവണ്ണം നമ്മുടെ മുമ്പിലുള്ള തേജസ് നമ്മളെ ത്രസിപ്പിക്കുന്നതാണ്. നമ്മുടെ മുമ്പിലുള്ള തേജസ് അത്ര മഹത്തരമാണ്. നമ്മുടെ മുൻപിലുള്ള തേജസ്സിന്റെ ആഴത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുന്നവരായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് നാം എല്ലാവരും അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ പോവുകയാണ്. അതാണ് ഒരു ഭക്തന്റെ പ്രത്യാശ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. ഒരു ദൈവപൈതൽ അവൻ നിത്യതയിൽ പ്രാപിക്കുവാൻ പോകുന്ന തേജസ് കേവലം സാങ്കല്പികമല്ല, കേവലം അദൃശ്യമല്ല. അത് മനസ്സിലാക്കിക്കൊള്ളണം. ഒരു ഭക്തൻ, ഒരു ദൈവപൈതൽ നിത്യതയിൽ പ്രാപിക്കുവാൻ പോകുന്ന തേജസ് കേവലം സാങ്കല്പികമല്ല, അത് കേവലം അദൃശ്യമല്ല. മറിച്ച് ആ തേജസ് ദൃശ്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. ആ തേജസ് നമ്മൾ പ്രാപിക്കും. തേജസ്സിന്റെ ശരീരം നമ്മൾ പ്രാപിക്കും. തേജസ്സിന്റെ വസ്ത്രങ്ങൾ നമ്മെ അണിയിക്കും. തേജസ്സിന്റെ കിരീടം നമ്മെ ധണിയിക്കും. നമ്മുടെ ശരീരം ദൈവ തേജസ് കൊണ്ട് മൂടപ്പെടുവാൻ ഇടയായിത്തീരും. അതാണ് ഒരു ഭക്തന്റെ പ്രത്യാശ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫ്രാൻസിലെ പുരാതന കാലഘട്ടത്തില് ക്രിസ്തുമാർഗത്തിന് ഭയങ്കരമായി കഷ്ടങ്ങൾ സഹിക്കേണ്ട വന്നു. ഫെർഡിനൻഡും ഇസബല്ലയും ഫ്രാൻസ് ഭരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഭയങ്കരമായി എതിർപ്പ് ക്രിസ്തുമാർഗത്തിന് ആ കാലഘട്ടത്തിൽ സഹിക്കേണ്ട വന്നിട്ടുണ്ട്. അനവധി ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളെ മരിക്കുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ കാലഘട്ടത്തിലുണ്ടായ സംഭവത്തെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അന്ന് ക്രിസ്ത്യാനികളായ യേശുവിന്റെ നാമനിമിത്തം കർത്താവിന് വേണ്ടി നിലനിന്നതായ ചില ക്രിസ്ത്യാനികളെ പിടിച്ച് അവർ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അവരെ വിചാരണ ചെയ്തിട്ട് അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുവാൻ തീരുമാനിച്ചു. ഫെർഡിനൻഡിന്റെ ഇസബല്ലയുടെ കൽപ്പന പുറപ്പെടുവിച്ചു ക്രിസ്ത്യാനികളെ കൊന്നുകളയുവാൻ. കൊന്നുകളയുന്ന ഒരു സാധാരണ രീതിയിലല്ല, ഒരു സവിശേഷമായ രീതിയിലാണ്. ഫ്രാൻസിലെ കിസിൽമാർക്ക് എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ആ നദിയിലേക്ക് അവരെ കൊണ്ടുപോകണം. ഡിസംബർ മാസത്തിൽ ഉരുകിക്കിടക്കുന്ന മഞ്ഞിലേക്ക് ഈ ക്രിസ്ത്യാനികളെ കൊണ്ടുപോയിട്ട് അവരുടെ വസ്ത്രങ്ങളെല്ലാം പരച്ചുരിഞ്ഞു മാറ്റി അവരെ നഗ്നരാക്കി ഈ നദിയിലേക്ക് ഇറക്കി നിർത്തണം. നദിയിൽ മഞ്ഞുരുകി കിടക്കുകയാണ്. കരയ്ക്ക് പട്ടാളക്കാർ, സൈനികർ നിൽക്കുന്നു. അവർ തീ കൂട്ടി കയറ്റുകയാണ്. തീയിൽ അവർ ഭക്ഷണം ചുട്ട് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികളെ പിടിക്കപ്പെട്ടിരിക്കുന്നതായ സഹോദരന്മാർ 40 പേരുണ്ട്. അവരെ കൊണ്ടുചെന്ന് ആ വെള്ളത്തിലേക്ക് ഇറക്കി, വെള്ളമല്ല ഐസിന്റെ മുകളിലേക്ക് ഇറക്കി നിർത്തി. എല്ലാവരും ഐസിന്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ പട്ടാളക്കാർ കരയ്ക്കിരുന്ന് തീ കാഞ്ഞ് അവർ ഭക്ഷണം കഴിക്കുന്നു. അവരുടെ കാലുകളിലൂടെ തണുപ്പ് അരിച്ചു മുകളിലേക്ക് കയറുവാൻ തുടങ്ങി. അവർ ഓരോരുത്തരും പട്ടാളക്കാർ വിളിച്ചു പറഞ്ഞു, ജീവരക്ഷ വേണമെന്നുള്ളവർ യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് രാജാവിന്റെ കൽപ്പന അംഗീകരിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചു വരാം, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം, ഇവിടെ വന്ന് തീ കായുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പക്ഷെ ആരും വരുന്നില്ല. 40 പേര് ഒരുപോലെ മഞ്ഞിനകത്ത് നിൽക്കുകയാണ്. അവിടെ പാദങ്ങളിലൂടെ തണുപ്പരിച്ച് മുകളിലേക്ക് കയറുവാൻ തുടങ്ങി. കുറെ നേരങ്ങൾ കഴിഞ്ഞുപോയി.
അപ്പോൾ സൈന്യാധിപൻ വിളിച്ചു പറഞ്ഞു, ജീവരക്ഷ വേണമെന്നുള്ളവർക്ക് യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് ചക്രവർത്തി ഏറ്റുപറഞ്ഞ് തിരിച്ചു വരാം. ആരും തിരിച്ചു വരുന്നില്ല. ഓരോരുത്തരായി ചാടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 40 പേരിൽ ഒരുത്തൻ പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് വയ്യ, എനിക്ക് യേശുവിനെ വേണ്ട, എനിക്ക് രാജാവിന്റെ കൽപ്പന അനുസരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവൻ കരയിലേക്ക് കടന്നു വന്നു. അവനെ സൈനികർ സ്വീകരിച്ചു. അവനെ ധരിക്കുവാൻ വസ്ത്രം കൊടുത്തു. അവനെ തീയുടെ ചുറ്റും ഇരുത്തി. അവനെ തീ കായിച്ചു. അവന് ഭക്ഷണം കൊടുത്ത് അവൻ ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കി 39 പേര് ഐസ് കണങ്ങളിലേക്ക് താഴോട്ട് പോയി. അവർ മരിച്ചു വീഴുന്ന ഒരവസ്ഥയായപ്പോൾ ആ സൈനിക നേതാവ് ഒരു ഭയങ്കരമായ കാഴ്ച കണ്ടു. അവൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ആകാശം ഇതാ വെട്ടിച്ചുള്ളം കണ്ടു. പെട്ടെന്ന് ആകാശം തുറക്കുന്നു. ആകാശത്തിന്റെ വാതിൽ തുറന്നിട്ട് തീവ്ര പ്രകാശത്തിൽ നിന്നും ഇതാ ഒരു 40 ശുഭ്രവസ്ത്രധാരികളായ ദൂതന്മാർ ഭൂമിയിലേക്ക് പറന്നു വരികയാണ് ചെയ്യുന്നത്. അവിടെ 40 പേരുടെ കയ്യിൽ വെട്ടിത്തിളങ്ങുന്ന 40 കിരീടങ്ങൾ ഇരിക്കുകയാണ്. ഈ 40 കിരീടങ്ങളുമായിട്ട് അവർ ക്രിസ്ത്യന്മാർക്ക് നദിയുടെ മുകളിലേക്ക് വന്ന് നിൽക്കുന്നു. നോക്കുമ്പോൾ ഓരോ ക്രിസ്ത്യാനിയുടെയും തലയിലേക്ക് ഓരോ കിരീടം ധരിപ്പിക്കുകയാണ്. ആ കിരീടം ധരിപ്പിക്കുന്നവർ താഴെ വീണ് മരിക്കുന്നു. അടുത്ത മണ്ഡലത്തിൽ അടുത്ത ദൂതൻ ധരിപ്പിച്ചു, അവർ താഴെ വീണ് മരിക്കുന്നു. അടുത്ത മണ്ഡലത്തിൽ അടുത്ത ദൂതൻ കിരീടം ധരിപ്പിച്ചു, അവർ താഴെ വീണ് മരിക്കുന്നു. 39 ദൂതന്മാര് ആ തേജസ്സേറിയ കിരീടം ധരിപ്പിച്ചു, അവർ താഴെ വീണ് മരിച്ചു. 40ാമത്തെ ദൂതൻ കിരീടവുമായി നിൽക്കുന്നു. ധരിപ്പിക്കുവാൻ ആളില്ല. ദർശനം കണ്ട സൈന്യാധിപൻ അവന്റെ വസ്ത്രങ്ങൾ പറിച്ചെറിഞ്ഞ് ദൂരേക്ക് എറിഞ്ഞിട്ട് അവൻ ആർത്തു വിളിച്ച്, എനിക്ക് യേശു മതി, ആ കിരീടം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ നദിയിലേക്ക് ഓടിച്ചെന്നു എന്ന് കേൾക്കുന്ന മക്കളെ അവൻ കർത്താവിന്റെ ഹൃദയം കൊടുത്തു. ആകയാൽ മനസ്സിലാക്കിക്കോ, കഷ്ടങ്ങൾ സാരമില്ല, വെളിപ്പെടുവാനുള്ളൊരു തേജസ് നമുക്കുണ്ട്. അത് ചിന്തിക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ കഷ്ടം അനുഭവിച്ച് അവന്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരുവാൻ നമുക്കൊരു നല്ല മാതൃക വെച്ചു പോയിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ച് ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു എന്ന് വെച്ചാൽ, കർത്താവ് യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ച് പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അവർ തികഞ്ഞവനായി തീർന്നതിലൂടെ അവർ തേജസ്കരിക്കപ്പെടുവാനിടയായി തീർന്നു എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ യോഹന്നാന്റെ അനുഭവത്തിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞ് ചിന്തിച്ചാട്ടെ. വിശുദ്ധ യോഹന്നാൻ യെരുശലേമിൽ കണ്ട യേശുവിനെയല്ല അവൻ പത്മോസ് ദ്വീപിൽ വെച്ച് കണ്ടത്. യെരുശലേമിൽ കണ്ട യേശുവിന്റെ രൂപമല്ല പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കാണുന്നത് യേശു. യെരുശലേമിൽ കണ്ട യേശുവിന്റെ മുഖം ചുപ്പൽ പുരണ്ട യേശുവിന്റെ മുഖം. യെരുശലേമിൽ കണ്ട യേശുവിന്റെ മുഖം കൊച്ചുകൊണ്ട് അത് അടിയേറ്റ് വീർത്ത വിരുഹമായിരിക്കുന്ന യേശുവിന്റെ മുഖമാണ്. പക്ഷെ പത്മോസ് ദ്വീപിൽ ചെന്നപ്പോൾ അവൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി, അത് സൂര്യൻ നട്ടുച്ചയ്ക്ക് ജനിക്കുന്നത് പോലെ പ്രകാശിച്ചു നിൽക്കുകയാകുന്നു ചെയ്യുന്നത്. അവരനുഭവിച്ച കഷ്ടങ്ങൾ തേജസ്സായി മാറുകയായിരുന്നു ചെയ്തത്. യെരുശലേമിൽ യേശുവിനെ യോഹന്നാൻ കണ്ടപ്പോൾ അവന്റെ നഗ്നത മറയ്ക്കുവാൻ ഒരു ചുവന്ന മേലങ്കി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പത്മോസ് യേശുവിനെ കണ്ടപ്പോൾ അവന്റെ ശരീരം മുഴുവനും ഇതാ വെട്ടിത്തിളങ്ങുന്ന ഒരു നിലയങ്കിയും മാറത്ത് വർഗച്ചയും അവൻ കാണുവാനിടയായി തീർന്നു. അവൻ യെരുശലേമിൽ യേശുവിനെ കണ്ടപ്പോൾ അവന്റെ കാലുകൾ ഇരുമ്പാടി കൊണ്ട് തകർക്കപ്പെട്ടിരുന്നു. പക്ഷെ പത്മോസ് യേശുവിനെ കണ്ടപ്പോൾ അവന്റെ കാൽ ചുളിയിൽ ചുട്ടുപടിപ്പ് ചവണ്ണാട്ട് പോലെ വെട്ടിത്തിളങ്ങുകയായിരുന്നു ചെയ്തത്. യെരുശലേമിൽ യേശുവിനെ കണ്ടപ്പോൾ അവന്റെ കൈ ഇരുമ്പാടി തറയ്ക്കപ്പെട്ടിരുന്നു. പത്മോസ് യേശുവിനെ കണ്ടപ്പോൾ അത് നക്ഷത്രങ്ങൾ കൊണ്ട് ആ കിരീടം ആ കൈകൾ പ്രകാശിക്കുകയായിരുന്നു ചെയ്തത്. കാരണം എന്തെന്നറിയാമോ? കർത്താവ് സഹിച്ച കഷ്ടങ്ങളൊക്കെ തേജസ്സായി മാറ്റപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. കഷ്ടം സഹിച്ച് ഒരു മാതൃക നിങ്ങൾക്ക് വെച്ചേച്ചു പോയിരിക്കുന്നു. എന്താണ് മാതൃക എന്നറിയാമോ? എന്റെ പിന്നാലെ വാ, വിശ്വാസത്തിന് വേണ്ടി കഷ്ടം സഹിച്ച് എന്റെ പിന്നാലെ വാ. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾ സാരമില്ല. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നുണ്ടെങ്കിലോ, നമുക്കറിയാമല്ലോ റിച്ചാർഡ് ഉംബ്രാഡിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. റുമേനിയയിലെ കമ്മ്യൂണിസ്റ്റ് തടവിൽ എത്രയോ വർഷങ്ങൾ ഭൂമിയുടെ അധോഭാഗത്ത് ഉള്ളറയ്ക്കകത്ത് ഇരുട്ടറയ്ക്കകത്ത് അവനെ അടച്ചു. അവന്റെ ചരിത്രം കേട്ടാൽ നമ്മൾ കരഞ്ഞു പോകും. രാത്രിയിൽ എലിയും ക്ഷുദ്രജീവികൾ അവനോടൊപ്പം ഉണ്ടായിരുന്നു. വെളിച്ചം കാണാത്ത ഇരുട്ടറയ്ക്കകത്ത് അവനെ കൊണ്ടിച്ച് നടച്ചു. അതിനുശേഷം ഇരുമ്പ് കമ്പി പഴിപ്പിച്ച് 18 സ്ഥലത്ത് അവന്റെ ശരീരത്ത് കുത്തിക്കയറ്റി ഒടുവിൽ
ചില വർഷങ്ങൾക്ക് ശേഷം ഉംബ്രാണിനെ ജയിലിൽ നിന്ന് തുറന്ന് പുറത്തേക്ക് വിട്ടപ്പോൾ ഒരു ഭക്തനായ മനുഷ്യൻ വന്ന് അവനോട് ചോദിച്ചു, ഉംബ്രാൻ, ഈ കഷ്ടങ്ങളൊക്കെ സഹിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിച്ചത്? തന്റെ മറുപടി ഇങ്ങനെയിരുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ കർത്താവ് എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടായിരുന്നു. ആ മറുപടിക്ക് മുമ്പ് താൻ കരഞ്ഞുപോയി. മഹത്വത്തിന്റെ പ്രത്യാശയായ കർത്താവ് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എനിക്ക് തോന്നി. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈനംദിന ജീവിതത്തിൽ വിശ്വാസത്തിന് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കേണ്ട വന്നേക്കാം, നിന്ദകൾ സഹിക്കേണ്ട വന്നേക്കാം, അപമാനം ഏൽക്കേണ്ട വന്നേക്കാം, ഉപദ്രവങ്ങൾ സഹിക്കേണ്ട വന്നേക്കാം. നീ നിന്റെ ജീവിതത്തിന്റെ ഓരോ നാളുകളും എണ്ണിക്കൊള്ളണം. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ സാരമില്ല, ഈ കഷ്ടം സാരമില്ല. എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കഷ്ടം സാരമില്ല. ഇതെണ്ണിക്കൊണ്ട് ഓരോ നാളുകളും നിന്റെ ജീവിതത്തിൽ കഴിക്കുവാൻ നീ തീരുമാനിക്കുകയും. അവസാനമായിട്ട് ഒരു വിഷയം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദേശം കൂടി അവസാനിപ്പിക്കട്ടെ. നമ്മൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ. നമ്മുടെ ജീവിത നാളുകളിൽ ഓരോ ദിവസവും നമുക്ക് എണ്ണിക്കൊണ്ട് ജീവിക്കാം. എന്താണ് നമ്മൾ എണ്ണിക്കൊണ്ട് ജീവിക്കേണ്ടത്? ഞാൻ പാപസംബന്ധമായി മരിച്ചവൻ, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവൻ, അത് എണ്ണിക്കൊള്ളണം. രണ്ട്, ഈ ലോകത്തിന്റെ ഏത് സമ്പത്തിനേക്കാൾ ക്രിസ്തുവിന്റെ നന്മയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധനമെന്ന് എണ്ണിക്കൊണ്ട് ജീവിച്ചു കൊള്ളണം. അത് മാത്രമല്ല, ഈ ലോകത്തിന്റെ ഏത് സുഖങ്ങളെക്കാൾ, ഏത് സമ്പത്തിനേക്കാൾ ലാഭമായിരുന്നതൊക്കെയും എനിക്ക് ഛേദമാണ്, ക്രിസ്തുവാണ് എന്റെ ലാഭം. ഇതെണ്ണിക്കൊണ്ട് ജീവിച്ചു കൊള്ളണം. അത് മാത്രമല്ല, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്നെണ്ണിക്കൊണ്ട് ജീവിച്ചു കൊള്ളണം. അതിനേക്കാൾ ഒരു അവസാനമായിട്ട് നമ്മുടെ ജീവിത വഴിയിൽ എണ്ണേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അബ്രഹാമിന്റെ ഭാര്യയായ സാറ അവളുടെ ജീവിതത്തിൽ അവൾ ദൈവത്തെ ഏത് നിലവാരത്തിൽ എണ്ണിക്കൊണ്ട് ജീവിച്ചു എന്നവിടെ കാണുവാൻ സാധിക്കുന്നു. അവിടെ വായിക്കുന്നു, വിശ്വാസത്താൽ സാറ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തരം എണ്ണിക്കൊണ്ട് അവളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് നയിച്ചു. അതായിരുന്നു അവളുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിന്റെ പ്രത്യാശ. അവളുടെ ഹൃദയത്തിന്റെ ജ്ഞാനമുണ്ടായിരുന്നു. എന്തായിരുന്നു സാറയുടെ ഹൃദയത്തിലെ ജ്ഞാനമെന്നറിയാമോ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തരം എണ്ണിക്കൊണ്ട് ഓരോ ദിവസവും അവൾ മുന്നോട്ട് പോയി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിത വഴിയിൽ നമുക്ക് എണ്ണാം. എന്താണ് എണ്ണേണ്ടിയിരിക്കുന്നത്? എന്നോട് വാഗ്ദത്തം ചെയ്ത എന്റെ ദൈവം വിശ്വസ്തനാണ്. ഒരുപക്ഷെ ഞാൻ അവിശ്വസ്തനായി തീർന്നാലും എന്റെ ദൈവം വിശ്വസ്തനാണ്. അവന്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാളും മാറ്റം സംഭവിക്കത്തില്ല. ദൈവത്തിന് അവന്റെ സ്വഭാവം ത്യജിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്, ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തർ എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ഇന്ന് രാത്രികാലം ദൈവസ്ഥനിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനം ജീവിതത്തിന്റെ ഓരോ നാടുകളിലും എണ്ണുക, എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ അവിശ്വസ്തനായി തീർന്നാലും എന്റെ ദൈവം വിശ്വസ്തനാണ്. കാരണം എന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ വലിപ്പം അത് ആകാശത്തിലെ മേഘങ്ങളോട് വലിയതാണ്. സ്തോത്രം. അത്രമാത്രം വിശ്വസ്തനാണ് എന്റെ ദൈവം. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊള്ളുവേ. എന്തിനാണ് ദൈവം വിശ്വസ്തനായിരിക്കുന്നത്? വീരാടവണ്ണം നിങ്ങളെ സൂക്ഷിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ഉപനിധി അവസാനത്തോളം നമ്മെ സൂക്ഷിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ ആരംഭിച്ച പ്രവൃത്തിയെ അത് തികയ്ക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. വിശ്വാസ ജീവിതത്തിൽ പരീക്ഷയോടുകൂടെ നീക്കുപോക്കൽ തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നമ്മെ സൂക്ഷിക്കുവാൻ നിന്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രി ആ വിശ്വസ്തനായ ദൈവത്തെ എത്ര ദൈവമക്കൾ കാണും? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിത വഴിയിൽ നമുക്ക് പറയാം, എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ ദൈവത്തിന്റെ വിശ്വസ്തത എനിക്ക് പരിചയം. എന്റെ ജീവിതത്തിൽ ബലഹീനമാണ്. എന്നെ ഓരോ ദിവസവും മറയ്ക്കുന്നത്, എന്നെ ഓരോ ദിവസവും സൂക്ഷിക്കുന്നത് എന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ആകയാൽ ഒരു ഭക്തൻ എന്ത് ചെയ്യണം? 1 പത്രോസ് 4:18 പത്രോസ് പറയുന്നു, ഒരു ഭക്തൻ തന്റെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റു പറയാൻ, കർത്താവേ, എന്റെ കഴിവ് കൊണ്ട് സാധിക്കത്തില്ല, എന്റെ ബുദ്ധി കൊണ്ട് കഴിയത്തില്ല, എന്റെ അറിവ് കൊണ്ട് സാധിക്കത്തില്ല, എന്റെ ജ്ഞാനം കൊണ്ട് സാധിക്കത്തില്ല. കർത്താവേ, ഞാൻ തന്നെ ഓടിയാൽ ഞാൻ തകർന്നു പോകും. കർത്താവേ,
അതുകൊണ്ട് നിന്റെ പ്രാണനെ വിശ്വസ്തനായ ദൈവത്തിങ്കൽ ഫലമേൽപ്പിച്ചാട്ടെ. ഇന്ന് രാത്രി നിന്റെ കണ്ണുകൾ അടച്ചാട്ടെ. ജീവിത വഴികൾ നിന്റെ ജീവിതത്തിൽ ഓട്ടം ഓടുമ്പോൾ സഹോദര, നിന്റെ നാളുകളെ എണ്ണുവാൻ ജ്ഞാനമുള്ള ഒരു ഹൃദയം നിനക്കുണ്ടോ? ഓരോ ദിവസവും നിന്റെ നാളുകളെ നീ ഏത് നിലവാരത്തിലുണ്ടെന്നോ നിന്റെ ജീവിതത്തെ ദൈവത്തെ കുറിച്ച് നീ പറ. എന്റെ ദൈവം വിശ്വസ്തനാണ്. അങ്ങനെ നീ എണ്ണിക്കൊണ്ട് ജീവിച്ചാട്ടെ. നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുന്നുവോ നീ പറഞ്ഞാട്ടെ. എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ആ കഷ്ടം സാരമില്ല എന്ന് പറഞ്ഞാട്ടെ. ലോകത്തിൽ നിനക്ക് നഷ്ടങ്ങൾ നേരിടുന്നുവോ നീ പറ. ലോകത്തിന്റെ ലാഭങ്ങളൊക്കെ ഛേദമാണെന്ന് പറഞ്ഞാട്ടെ. ലോകത്തിൽ നീ നിന്ദിക്കപ്പെടുന്നുള്ളൂ നീ പറ. ക്രിസ്തുവിന്റെ നിന്നയാണ് ഏറ്റവും വലിയ ധനമെന്ന് പറഞ്ഞാട്ടെ. പാപം നിന്നോട് പോരാടുന്നുവോ നീ പറഞ്ഞിട്ട് ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണ് നീ പറഞ്ഞ യേശുവിന് വേണ്ടി ജീവിക്കുന്നവനാണ്. ഇന്ന് രാത്രി ഒരു തീരുമാനത്തിലേക്ക് വന്ന് ജ്ഞാനമുണ്ടോ ഒരു ഹൃദയം പ്രാപിച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവസഭയിൽ കടന്നുവിട്ട് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പൈതലെ സ്വർഗീയ ജ്ഞാനമുള്ള ഒരു ഹൃദയത്തോടെ നീ കടന്നു പോകണം. നമ്മൾ അവസാനമായി ചിന്തിച്ചത് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. സാറ അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതികൂലങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, അവിടെയൊക്കെ അവൾ ചിന്തിച്ചു വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഇന്ന് രാത്രി കർത്താവ് നിന്നോട് പറഞ്ഞു, എന്റെ കുഞ്ഞെ, ഞാൻ നിന്റെ ജീവിതത്തിൽ വിശ്വസ്തനാണ്. നിന്നെ ആരംഭിച്ച പ്രവൃത്തി പൂർത്തീകരിക്കാൻ വിശ്വസ്തനാണ്. നിനക്ക് വന്ന വാഗ്ദത്തം നിവർത്തിക്കുവാൻ ഞാൻ വിശ്വസ്തനാണ്. ഒരുപക്ഷെ നിന്റെ ജീവിത വഴികൾ നിരാശപ്പെടുന്നുണ്ടായിരിക്കാം. കർത്താവ് നിനക്കൊരു വാഗ്ദത്തം തന്നിട്ട് എത്രയോ കാലമായി ഇതുവരെയും നിവർത്തിക്കപ്പെട്ടിട്ടില്ല. നീ വ്യാകുലപ്പെട്ട മനസ്സോടെയാണോ ഇരിക്കുന്നത്? കർത്താവ് എത്രയോ കാലമായി പ്രാർത്ഥിക്കുന്നു, എനിക്ക് മറുപടി ലഭിക്കുന്നില്ലല്ലോ. നീ ഏറ്റു പറഞ്ഞാട്ടെ, വാഗ്ദത്തം ചെയ്ത എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്നെ വിളിച്ച എന്റെ ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഈ ആരാധനാ ഹാളിൽ, ഈ പന്തലിന്റെ നടുവിലൂടെ ആ വിശ്വസ്തനായ ദൈവം കടന്നു പോകണം. എത്ര ദൈവമക്കൾക്ക് അവനെ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച കുറവുകളോർത്ത്, പരാജയങ്ങളോർത്ത്, ബലഹീനതകളോർത്ത്, തോൽവിയോർത്ത് അധൈര്യപ്പെട്ട് നിരാശപ്പെട്ട് മനം കലങ്ങി പിന്നോട്ട് മാറാതെ നീ പറ, എന്റെ ദൈവം വിശ്വസ്തൻ. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അവനത് നിവർത്തിക്കും, അവൻ അത് ചെയ്യും. അവൻ ആരംഭിച്ച പ്രവൃത്തി പൂർത്തീകരിക്കും. ഇന്ന് രാത്രി നീ രോഗിയായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അവൻ നിന്നെ സൗഖ്യമാക്കുവാൻ വിശ്വസ്തൻ. ഏത് പ്രശ്നത്തോടെ കടന്നു വന്നിരിക്കുന്നു, ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ സൃഷ്ടാവികൾ നിന്റെ ജീവിതത്തെ ഫലമേൽപ്പിച്ചോട്ടെ. എല്ലാ ദൈവങ്ങളും വായിച്ചുറന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ആവശ്യം എന്താണെങ്കിൽ ഇന്ന് രാത്രി ഈ യോഗം അവസാനിക്കുമ്പോൾ കർത്താവിനോട് പറ, വിശ്വസ്തനായ ദൈവമേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, എന്റെ പ്രശ്നത്തിന് പരിഹാരം തരണമേ. എന്നെ അലട്ടുന്ന രോഗത്തിനെ വിടുവിക്കണമേ. എന്നെ എത്രയോ വർഷമായി വേട്ടയാടുന്ന ശാപത്തിന്റെ കെട്ടികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ കർത്താവേ. എന്റെ നന്മയ്ക്ക് വിരോധമായി പോരാടുന്ന ശക്തികൾ നിന്നെ വിടുവിക്കണമേ. എന്നോട് പോരാടുന്ന പാപത്തിന്റെ ശക്തി നിന്നെ വിടുവിക്കണമേ കർത്താവേ. എന്റെ കുടുംബത്തിന് വിരോധമായി പോരാടുന്ന എല്ലാ പോരാട്ടവും നിന്നെ വിടുവിക്കണമേ. നീ വിശ്വസ്തനെന്നറിയുന്ന കർത്താവേ, ആ വിശ്വസ്തനെന്ന് രാത്രി നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. വായി തുറന്ന് ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണമേ. ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. നിന്റെ ജീവിതഭാരങ്ങളും പ്രയാസങ്ങളും കണ്ട് തകർന്ന് നിരാശപ്പെട്ടിരിക്കാതെ നിത്യതയിലേക്ക് നോക്കി പറ, സാരമില്ല, സാരമില്ല. വെളിപ്പെടുവാണ് തേജസ് വിചാരിച്ചാൽ സാരമില്ല നേച്ചു പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ കേട്ടു പറഞ്ഞാട്ടെ, സാരമില്ല. സാധാരണ ഈ പരീക്ഷയ്ക്ക്, ഈ വേദനയ്ക്ക്, ഈ പ്രയാസത്തിന്റെ തകർക്കുവാൻ സാധ്യമല്ല. ഇത് സാരമില്ല. മാത്രം നേറ്റു പറഞ്ഞാട്ടെ. എന്നിൽ വെളിപ്പെടുവാണ് തേജസ് വിചാരിച്ചാൽ ഇത് സാരമില്ലെന്ന് മാത്രം നേറ്റു പറ. സാധാരണ ലഭിച്ചു നാണിച്ചോടട്ടെ. ഞാനുള്ള ഒരു ഹൃദയത്തോടെ നീ മടങ്ങിപ്പോയാട്ടെ. ഈ ലോക ദുരിതങ്ങൾ സാരമില്ല, തേജസ്സിൻ നിത്യകർണം ഓർത്തിടുമ്പോ. ഈ ലോക ദുരിതങ്ങൾ സാരമില്ല, തേജസ്സിൻ നിത്യകർണം ഓർത്തിടുമ്പോ. വിശ്രമനാട്ടിലെ പ്രിയം തുടർന്നോ പ്രിയ
ഈ ലോക ദുരിതങ്ങൾ സാരമില്ല, തേജസ്സിൽ നിത്യധനം ഓർത്തിടുമ്പോ വിശ്രമനാടിന് പ്രിയ കൊടുത്തും കഷ്ടതകൾ മറന്നുല്ലസിക്കും. വിശ്രമനാടിന് പ്രിയ കൊടുത്തും കഷ്ടതകൾ മറന്നുല്ലസിക്കും. ഈ ലോക ദുരിതങ്ങൾ സാരമില്ല, തേജസ്സിൽ നിത്യധനം ഓർത്തിടുമ്പോ ഈ ലോക ദുരിതങ്ങൾ സാരമില്ല, തേജസ്സിൽ നിത്യധനം ഓർത്തിടുമ്പോ വിശ്രമനാടിന് പ്രിയ കൊടുത്തും കഷ്ടതകൾ മറന്നുല്ലസിക്കും. 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 Hallelujah, 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 hallelujah. Praise the Lord, 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 praise the Lord. Hallelujah. Praise the Lord, praise the Lord, praise the Lord, praise the Lord. ദൈവത്തിനുമാകെ നാം നമ്മെ ശോധന ചെയ്യാം. ഞാനോടുള്ള ഹൃദയം നാം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നാളുകൾ എന്നതാ ജീവിക്കുക. നമ്മുടെ ജീവിതം ക്ഷണഭംഗുരമാണ്. എന്നാൽ ഈ ജീവിതത്തോടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. ഒരു നിത്യമായ ജീവിതം ദൈവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യവാഴ്ചയിൽ കർത്താവിന്റെ ആത്മാക്കൾ റെഡിയാക്കിയിട്ടുണ്ടായി. നമ്മുടെ നാളുകളിൽ നാം ദിനന്തോറും എണ്ണി ജീവിക്കുകയായിരിക്കും. പാപസംരോധനം മരിച്ചവനാണ്. ഇനി ജീവിക്കുന്നവനാ ജീവിക്കുന്ന എണ്ണിക്കൊള്ള ജീവിക്കുന്ന ലോകത്തിൽ ലാഭമാരൊക്കെ ക്ഷേത്രം നിലയ്ക്കുന്ന ജീവിക്കുക. കിട്ടുന്ന വലിയ ധനങ്ങൾ എന്തെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ദേശാലം നിറയപ്പെടേണ്ടി നമ്മൾ വെളിപ്പെടുവാൻ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കറ്റം സാരമില്ലാതെ കേട്ട അവൻ ഹല്ലേലൂയ അവർ ദേശീയ അവകാശപ്പെടായിക്കൊണ്ടോറിയ പാത്രജീവന വിശ്വസ്തൻ അവർ നിവർത്തിമാൻ ശക്തത എന്തെങ്കിലും ജീവിക്കുകയാണ്. അവിടെ കർത്താവ് ഒരിക്കലും വാക്ക് മാറുകയില്ല. അവൻ വാക്കുകൾ മാറുന്ന ദൈവമല്ല. അവസാനങ്ങളെ ചുറ്റിപ്പാൻ ശക്തരാ ദൈവമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, എത്ര പേർ ദൈവത്തെ ആശ്രയിക്കുന്നുണ്ട്. കിട്ടുന്ന വലിയ തെരുവിലൊക്കെ എണ്ണ ലോകത്തെ ലാഭമാതൊക്കെ ചേരുവതൊക്കെ എണ്ണ സംസാരമില്ലാതെ എണ്ണിക്കൊണ്ട് കർത്താവിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടരാം. വാഗ്ദത്തം ചെയ്തതായ കർത്താവ് വിശ്വസ്തനാണ്. അവനൊരിക്കലും കൈവിടുകയില്ല. അവനെ ഒരുപാട് വെട്ടിക്കുകയില്ല. അവനെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുകയും അവകാശം നമുക്ക് തരികയും ചെയ്യും. എത്രയെന്ന് വിശ്വസിക്കുന്നുണ്ട്. കർത്താവേ നിന്റെ സമർപ്പിക്കുകയാണ്. നിന്റെ ചെറിയവനായ സമർപ്പിക്കുന്നു. കർത്താവേ നിന്റെ ചെറിയവനായ ഏൽപ്പിക്കുന്നു. അതെ കർത്താവുക്കായി ആ ദേശീയ അവകാശം ഒരുക്കിയ ശേഷം എത്ര വേഗം വെളിപ്പെടാൻ പോകുകയാണ്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ കർത്താവ് ഒരുക്കലായ ദേശീയ അവകാശം പ്രാപിച്ചുകൊണ്ട് കർത്താവിനോട് വാഴുവാൻ നമുക്കിടയാക്കി വരട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവസേവക്കാർ നിറയപ്പെടാം. ദൈവത്തിനൊക്കെ ആശ്രയിക്കാം. ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. പൂർണ്ണത ഐശ്വര്യമായി വസിച്ചിട ജ്ഞാനവിവേക പൂർണ്ണത ഐശ്വര്യമായി വസിച്ചിട കൃപൈ വരങ്ങൾ
പ്പെടുവാനായി നമ്മെ തിരുവോണമായി സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കർത്താവിനോട് കടന്നിരിക്കുകയാണ്. നമ്മെ സഹായിക്കാനായി, നമ്മെ ശക്തീകരിക്കാനായി, നമ്മെ ബലപ്പെടുത്തുവാനായി, നമ്മെ സൗഖ്യമാക്കാനായി വിശ്വസ്തനായ കർത്താവ് നമ്മളെ കടന്നു വന്നിരിക്കുകയാണ്. ആ കർത്താവ് വിശ്വസ്തനാധീനമാണ്. അധീനമല്ല, കർത്താവിൽ മാത്രം ആശ്രയിക്കാം. ദൈവസ്നേഹത്താൽ നമുക്ക് നിറയാം. നമ്മെ വെളിത്തോളം തേജസ്വിനാലിച്ചാൽ ഈ കാലത്തിലെ കർഷകൻ സാരമില്ലാതെ എണ്ണിക്കൊണ്ട് പ്രത്യാശയോടെ ജീവിതയാത്ര തുടരാം. ദൈവസ്നേഹത്താൽ നിറയപ്പെടാം. കർത്താവിന്റെ ദേശത്തിൽ വാഴുവാനായി ആ രോഗവും ദുഃഖവും കുറവില്ലാത്തതായ ആ നിത്യാനുഭവങ്ങളിൽ പ്രായപ്പെടുകയായി കർത്താവേ സമർപ്പിക്കണം. നിന്റെ ചെയ്യുവാനായി എന്നെ സമർപ്പിക്കുന്ന കർത്താവേ, എനിക്ക് ലോകത്തിന്റെ മോഹം എനിക്ക് വേണ്ട, ലോകത്തിന്റെ ലാഭം എനിക്ക് വേണ്ട, പാപത്തിന്റെ പേര് വേണ്ട. കർത്താവേ, എന്നോട് കക്ഷത്തേക്ക് മതി. ആമേൻ, ഹല്ലേലൂയ. കക്ഷത്തെ നാം സ്നേഹിക്കുന്നവർക്ക്, കർത്താവ് നാം സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിനാനന്ദത്തിന് സമർപ്പിക്കുന്നവർക്ക് ആ ദേശീയ പ്രതിഫലത്തെ ഇടയാക്കി വരാം. കർത്താവിനോട് ദേശീയ വാഴുവാനോ ഇടയാക്കി വരാം. ആമേൻ, ഹല്ലേലൂയ. സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കർത്താവിനെ വരവേറ്റുവാൻ ലോക സംഭവങ്ങളെല്ലാം നമ്മൾ വിളിച്ചറിയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യാശയോട് ജീവിച്ച് നമ്മുടെ കർത്താവിനെതിരെ കാത്തിരിക്കാം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം പ്രാപിപ്പാനുള്ള തേജസ്സലോത്ത ഈ ലോകമെല്ലാം നാം പ്രാപിപ്പാനുള്ള Hallelujah, 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 hallelujah. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah.
നമ്മുടെ സുവിശേഷ വിധിയുണ്ടാകുന്ന തന്നെ കർത്താവിനെ കടന്നു വന്നു. നമ്മുടെ യോഗത്തിനടുത്ത സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 പ്രകൃതി കർത്താവത്തോളം അനുകൂലമാക്കുന്ന സഹായിച്ചാൽ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 ആത്മാൽ പാടി കർത്താവിൽ സന്തോഷിക്കാതെയാക്കി തീർക്കാനാൽ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 ജീവനമായ അനുഭവ സാക്ഷിയെ കർത്താവ് നൽകിനാൽ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 ദൈവത്തിന് മാറ്റമില്ലാത്ത വചനങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 ഞാനുള്ള ഹൃദയം നൽകത്തക്കവണ്ണം കർത്താവിൽ നമുക്ക് ഞാനുള്ള ഹൃദയം കർത്താവ് നൽകിയതിനാൽ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 നമ്മുടെ നാളിൽ എണ്ണിക്കൊണ്ടോ നാൾ ജീവിപ്പാൻ കർത്താവിനെ സഹായിക്കണനാൽ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 പാപസമുദായം മരിച്ചവരെന്നും ക്രിസ്തുവേശ ദൈവത്തിൽ എണ്ണിക്കൊണ്ട് ദിനതോറും ജീവിതത്തെ സഹായിക്കണനാൽ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 ലോകത്തിൽ ലാഭമായൊക്കെ ചേർന്ന് എണ്ണിക്കൊണ്ട് ജീവിപ്പാൻ ദൈവത്തെ സഹായിക്കണനാൽ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 ക്രിസ്തുവിൽ നിന്ന് വലിയ ധനം എണ്ണിക്കൊണ്ട് എന്റെ ജീവിപ്പാൻ ദൈവത്തെ സഹായിക്കണനാൽ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 നാം പ്രായമാണ് ദേശീയ വിചാരിച്ചാൽ ഇക്കാലത്തിലെ കഷ്ടം സാരമില്ലാതെ എണ്ണിക്കൊണ്ട് ആ ദേശീയ ഒരുക്കപ്പെടുവാൻ കർത്താവിനെ സഹായിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 വാക്തത്വം വിശ്വസ്തനാകുന്നു ആ ദൈവത്തിൽ ആശ്രയിച്ചോ ജീവിപ്പാൻ കർത്താവിനെ സഹായിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 കേട്ടവണ്ണം കർത്താവിന്റെ വരവിനെ ഒരുക്കപ്പെടാൻ ദേശീയ അവകാശം പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ ദേശീയ വാഴുവാൻ എല്ലാവരും കർത്താവ് ഒരുക്കാനായി സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 ദൈവത്തിനെ ഘോഷിപ്പാൻ ദൈവദാസന്റെ കർത്താവ് ശക്തീകരിക്കാനായി സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 ഈ ആയിരം പ്രയോജനമില്ലാതെ തീർക്കണനായി സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 തുടർന്നാണ് നടക്കുന്നതായ ശിശുവിനെ കർത്താവ് അംഗീകരിക്കണം. എല്ലാ ദൈവങ്ങളെ കർത്താവ് കൊണ്ടുവരുന്ന വലിയ ആത്മാക്കളെ കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യാം. ഇപ്പോൾ മക്കളോട് കൂടി ഇരിക്കേണ്ടതായി ലോകത്തിലെല്ലാവരും കർത്താവിനെ വരുവരാതിരിക്കേണ്ടതായി സകല വിശുദ്ധന്മാർക്കായി പിതാവാദൈവത്തിനായി യേശുക്രിസ്തുവിനായി പരിശുദ്ധാത്മാദൈവത്തിനായി സ്തോത്രം സ്തോത്രം പ്രാർത്ഥിക്കാം. അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് വിലാപര്യങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹത്തെയും ദയയെയും കരുണയെയും മനസ്സലിവിനെയും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവസരം ഒരുക്കി തന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. ഈ ദേശത്തെ സ്നേഹിച്ചടിയങ്ങളെ സ്നേഹിച്ച് ഈ സുവിശേഷ പ്രസംഗങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നവനായ കർത്താവ് ഈ പ്രഥമരാത്രിയിൽ തന്നെ ദിവ്യമഹിമയോടെ അടിയങ്ങളുടെ മധ്യേ കടന്നു വന്ന് ഈ കൂട്ടത്തെ നടത്തി മഹത്വമെടുത്തിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു. കർത്താവ് അടിയങ്ങൾ കൃപാതപടത്തിൽ കടന്നു വന്നത് മുതൽ ഇതുവരെയും വ്യത്യസ്തമായ നിലയിൽ കർത്താവിന്റെ ദിവ്യ സാന്നിധ്യത്തെ ശരീരാഗ്രഹങ്ങൾ അനുഭവിച്ചറിയുവാൻ അടിയങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യാശയുടെ ഗാനങ്ങളെ പാടി അടിയങ്ങളെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ അവർ ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവെ, ദൈവത്തിൽ നിന്ന് അനുഭവിച്ചതായ ശ്രേഷ്ഠമേറിയ ആത്മീക അനുഭവങ്ങളെ സാക്ഷീകരിക്കുവാൻ കർത്താവ് ആ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ രാത്രികാലം അവർ ഞങ്ങളോട് മനസ്സലിഞ്ഞ് ദേശത്തോട് മനസ്സലിഞ്ഞ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന അഴമേറിയ ഉപദേശ സത്യങ്ങൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് ഭക്തനായ മോശ ദൈവസന്നിധിയിൽ പാടിയ ആ പ്രാർത്ഥനാ വാചകത്തെ അടിസ്ഥാനമാക്കി ഈ രാത്രികാലം കർത്താവെ അവിടുന്ന് സവിസ്തരമായി ഞങ്ങളോട് സംസാരിച്ചതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ ആയുസ്സിന്റെ നാളുകളെ ഓരോ ദിവസവും എണ്ണുവാൻ തക്കവണ്ണം, ഓരോ ദിവസവും ഞങ്ങളുടെ ആയുസ്സിന്റെ അവസാനത്തെ ദിവസം എണ്ണുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പാപത്തിന്റെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടു പോകാതെ ഞങ്ങൾ പാപത്തിന് മരിച്ചവരെ എണ്ണിക്കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നവരെ എണ്ണിക്കൊണ്ട് ഈ ലോകത്തിലെ പാപത്തിന്റെ താൽക്കാലിക സന്തോഷങ്ങളെയും ലോകത്തിൻ്റെതായിരിക്കുന്ന സമ്പത്തുകളെയും കർത്താവെ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളെയും എല്ലാം വേർത്തുകൊണ്ട് ക്രിസ്തുവിന്റെ നിന്നെയും വലിയ ധനമെന്നെണ്ണിക്കൊണ്ട്
അതേ കർത്താവെ ഞങ്ങൾ യാഗമായി തീരാവുന്നത് എല്ലാവരുടെയും ഛേദമെന്ന് എണ്ണിക്കൊണ്ട് കർത്താവെ ലോകത്തിൽ ജീവിക്കുവാൻ അടികളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാപിക്കുവാൻ പോകുന്ന ആ തേജസ്സിനെ വിചാരിക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് ഞങ്ങൾക്ക് മുന്നമേ കർത്താവെ കടന്നുപോയി ഞങ്ങൾക്ക് പിൻപറ്റുവാൻ തക്കവണ്ണം നല്ല മാതൃക വെച്ച കർത്താവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ കാൽവരി ക്രൂശിൽ ഞങ്ങളുടെ കർത്താവ് സഹിച്ച എല്ലാ കഷ്ടങ്ങളും കർത്താവിന്റെ തേജസ്സായി മാറ്റപ്പെട്ടു എന്ന് അതേ ഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ നാമനിമിത്തം ജീവിതത്തിൽ നേരിടുന്ന എല്ലാ കഷ്ടങ്ങളെയും സന്തോഷത്തോടെ സഹിക്കുന്നവരായി ആ തേജസ്സിന് വേണ്ടി ഒരുക്കപ്പെടുന്നവരായി തീരുവാൻ അടികളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് വാഗ്ദത്തം ചെയ്ത് നിവർത്തിക്കുവാൻ ഞങ്ങളുടെ ഉപനിധിയിൽ സൂക്ഷിക്കുവാൻ ദുഷ്ടന്റെ കരത്തിൽ അകപ്പെടാൻ ഞങ്ങളെ കാത്തുകൊള്ളുവാൻ വീഴാതവണ്ണം ഞങ്ങളെ സൂക്ഷിക്കുവാൻ ഞങ്ങളുടെ ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് ഓരോ ദിവസവും ഞങ്ങളുടെ പ്രാണനെ കർത്താവെ ആ വിശ്വസ്തനായ സൃഷ്ടാവിങ്കിൽ പരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ അടികളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ദൈവത്തിന്റെ വചനം കേട്ട ഒരു വ്യക്തി പോലും ആ തേജസ്സിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ കൈവിടപ്പെട്ടു പോകുവാനിടയായി തീരാതെ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ട കർത്താവിന്റെ മധ്യാകാശത്തിൽ എതിരേൽക്കുവാൻ ഒരുക്കപ്പെടുവാൻ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിച്ച് കർത്താവിന്റെ കൃപാകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിൽ ശ്രേഷ്ഠമേറിയ വചനങ്ങളെ സംസാരിക്കുവാൻ അവിടുത്തെ ദാസനെയും ശക്തീകരിച്ച് അഭിഷേകം ചെയ്തതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇനി വിശേഷമായി കൃപ കൊടുത്ത ദൈവകരങ്ങളിൽ സൂക്ഷിച്ച് ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. നാളെ പകൽക്കാലത്തെ പ്രാർത്ഥന അനുഗ്രഹിക്കണമേ. നാളെ രാത്രി കൊടുത്ത കർത്താവ് അനുഗ്രഹിക്കണമേ. എങ്ങനെയായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഞങ്ങളുടെ മധ്യ വലിയ പ്രവർത്തികൾ ഈ ദേശത്ത് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ.